Good evening, all. Welcome to India's first animated live tuition. Good evening, everybody. Hello, hi. Yes, audible ആണോ? ടീച്ചർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യൂ. ചാറ്റ് ബോക്സിൽ ഇട്ടേ ഓക്കെ ആണെങ്കിൽ യെസ് കേൾക്കാം. എല്ലാവർക്കും ഓഡിബിൾ ആണല്ലോ അല്ലെ? ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓഡിബിൾ അല്ലെങ്കിൽ പറയുക. യെസ് ഓക്കെ. ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെച്ചേ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഒന്നും ഇല്ലല്ലോ ഇന്ന്. എന്ത് പറ്റി? യെസ് ഹലോ ഷാഹിദേ. ബിബിൻ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ? അത് കുഴപ്പമില്ല ഷാഹിദെ, കുറച്ച് കിടക്കട്ടെ. യെസ് അർലൻ സാറ, ഗുഡ് ഈവനിങ്. ന്യൂ ജോയിൻ ചെയ്യാൻ തോന്നുന്നു അല്ലേ അർലൻ? യാ, നമുക്ക് പരിചയപ്പെടാട്ടോ. യെസ് ഭാനുമതി, ഗുഡ് ഈവനിങ്. സച്ചിൻ, ഐശ്വര്യ, അൽ ഷാഫിദ്, എല്ലാവരും ക്യാമറ ഓൺ ചെയ്തേ. ദേവപ്രിയ, ഗുഡ് ഈവനിങ്. വിശ്വദേവ്, ഗുഡ് ഈവനിങ്. നിജി കാണാൻ പറ്റുമോ നിജിലെ? ഓക്കെ. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴേ ക്യാമറ. യെസ് ഐശ്വര്യ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമായി, ഓണ സെലിബ്രേഷൻ കാര്യങ്ങളുടെ ഡിസ്കഷനിലേക്കൊക്കെ എത്തിയോ? സ്കൂളില് പുതിയ ഫ്രണ്ട്സിന്റെ കൂടെ ഓണ സെലിബ്രേഷൻ വരെ എത്തിയോ കാര്യങ്ങളൊക്കെ? ഗുഡ് ഈവനിങ്. യെസ് അശ്വജിത്ത്. എല്ലാവരും ക്യാമറ ഒക്കെ ഓൺ ആക്കി വെച്ചേ. നിങ്ങൾക്ക് ഒരു വിശേഷം പറയാനില്ലേ എന്റെ ദൈവമേ? വേറെ ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ തീരില്ല വിശേഷം. വിശേഷങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. നാളെ ക്ലാസ് ഉണ്ടോ മിസ്? ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? അതെ അല്ലേ ഷാഹിദേ? ക്ലാസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയില്ലേ? ഒരു വീക്കിന്റെ ടൈം ടേബിൾ കിട്ടിയപ്പോ അതിനകത്തുണ്ടായിരുന്നില്ലേ 15-ാം തീയതി എന്താണ് വിശേഷം എന്നുള്ളത്? നമുക്കിവിടെ ക്ലാസ് ഉണ്ട്. ഇന്ന് ഇലക്ഷൻ ആയിരുന്നു ഭാനുമതി. എന്നിട്ട് എക്സാം തുടങ്ങുകയാണ് ഐശ്വര്യക്ക്. ഓക്കെ, മിഡ് ടേം എക്സാം ആണോ? എന്തായാലും ഓണം എക്സാം മറ്റുള്ള ക്ലാസ്സുകളിലേക്ക് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ ടെസ്റ്റ് നടത്തും. കാരണം ഇപ്പൊ 2 മാസം ആയല്ലോ ക്ലാസ് തുടങ്ങിയിട്ട്. 18th എക്സാം ആണ്. ഓക്കെ ദേവപ്രിയ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ് യെസ്, അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ എക്സാമും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ആരതി എല്ലാ ദിവസവും എന്റെ ക്ലാസ്സിൽ വന്ന എന്റെ അടുത്ത് സുഖമാണോ ചോദിക്കും. എല്ലാ ടീച്ചേഴ്സിനോടും ചോദിക്കുന്നുണ്ടാവും അല്ലെ? ഓക്കെ. ഓണ എക്സാം 18th to 27th വരെയാണ്. ഓക്കെ, ശരി ശരി. എത്രയൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്? ഓരോരുത്തർക്കും ഡിഫറെന്റ് ചാപ്റ്റേഴ്സ് ആണോ? ഓഫ് കോഴ്സ് ആയിരിക്കും. നിങ്ങൾക്കൊക്കെ എത്ര ചാപ്റ്റേഴ്സ് വിധം പറഞ്ഞിട്ടുണ്ട് ബയോളജി എക്സാമിന്? ഓക്കെ, ഹാദിയ ക്യാമറ ഓൺ ചെയ്യാ. ഓക്കെ, ന്യൂ ജോയിനീസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. നമുക്ക് അവരെ പരിചയപ്പെടാം. ഫസ്റ്റ് മിസ് NCC സെലക്ഷൻ ആയാണോ? വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. വെക്കേഷൻ ആഫ്റ്റർ എക്സാം. വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് എക്സാം. പക്ഷെ അതിന് മുന്നേ ആയിരുന്നെങ്കിൽ നല്ല സുഖമായിരുന്നേനെ അല്ലെ ഷാഹിദെ? എൻജോയ് ചെയ്യായിരുന്നു വെക്കേഷൻ. ബോട്ടണി ഫസ്റ്റ് ചാപ്റ്റർ. ഒരു ചാപ്റ്ററേ ഉള്ളൂ ഭാനുമതി. ഓക്കെ ഓക്കെ. ബയോളജി 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, രണ്ടും കൂടെ ആയിട്ടായിരിക്കും അല്ലെ? ഓക്കെ, ന്യൂ ജോയിനീസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. നിങ്ങളുടെ സൂമിനകത്ത് ഹാൻഡ് റൈസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആദ്യമായിട്ട് എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓൾറെഡി അർലിൻ പറഞ്ഞു. അതതാൻ അർലിൻ. വേറെ ആരെങ്കിലും ഉണ്ടോ? സച്ചിൻ, യെസ്. ഓക്കെ ഓക്കെ. ഷാഹിദിന്റെ ഫ്രണ്ടാന്ന് പറയുന്നു സച്ചിൻ. അങ്ങനെ ഒരു അബദ്ധം പറ്റിയില്ല സച്ചിനെ. ഓക്കെ, യെസ് അർലിൻ. മോളെ അങ്ങനെ തന്നെയല്ലേ പേര് പ്രൊനൗൺസ് ചെയ്യുന്നേ? തെറ്റില്ലല്ലോ? കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. എവിടെയാ വീട്? ഓക്കെ ഓക്കെ. അപ്പൊ സ്കൂളിലൊക്കെ ന്യൂ സ്കൂളിലാണോ അതോ ഓൾറെഡി പഠിച്ചിരുന്ന സ്കൂളിലാണോ ഇപ്പൊ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്? പുതിയ സ്കൂളാണ്. ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങിയോ അവിടെ? എവിടെ വരെ എത്തി ബോട്ടണി ഒക്കെ? അത് സുവോളജി ആണ് കേട്ടോ. യെസ്, അത് തന്നെയാണ് നമ്മൾ ഇവിടെ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരേ ലെവലിൽ പോവാം കേട്ടോ. അപ്പൊ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇതുപോലെ മോണിലെ സൂമിനകത്ത് ഹാൻഡ് റൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അത് അമർത്തി കഴിഞ്ഞ്
താഴെ നോക്കി നോക്കൂ, താഴെ റിയാക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ബോക്സ് ഉണ്ട്, അതിനകത്ത് കമന്റ് ചെയ്യാം കേട്ടോ, എന്ത് ഡൗട്ട്സ് ആണെങ്കിലും. ഓക്കെ, വേറെ ആരാണ്? സച്ചിൻ. എവിടെ സച്ചിൻ? യെസ്, ഗുഡ് ഈവനിങ് സച്ചിൻ. ആ, എവിടെയാണ് വീട് സച്ചിന്റെ? കാഞ്ഞങ്ങാടാണ്. ഓക്കെ 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 ഓക്കെ. എങ്ങനെ ചാപ്റ്റേഴ്സ് ഒക്കെ ഇതുവരെ എത്തി? ഞാൻ ആദ്യം ഒന്ന് തപ്പട്ടെ അല്ലേ. ഓക്കെ ഓക്കെ. ഒരു ടീച്ചർ തന്നെയാണ് എടുക്കുന്നത് ബയോളജി? അത് രണ്ടും വേറെ വേറെ ആണ്? ബോട്ടണി. ഓക്കെ, ബോട്ടണി ഏത് ചാപ്റ്റർ എത്തിയപ്പോ? പ്ലാന്റ് കിങ്ഡം. ഓക്കെ. യെസ്. സോ ന്യൂ ജോയിനീസിനോടും മറ്റുള്ള എല്ലാവരോടും കൂടെ വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്ലാസ്സസ് മിസ്സാവുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ക്ലാസ് ലിങ്കുകൾ വാങ്ങിച്ച് കാണുക. കാരണം നമ്മുടെ എല്ലാ ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇനി ഒന്നുകൂടെ ക്ലാസ് കാണണം, റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഇപ്പം നിങ്ങൾ ലീവ് എടുക്കാൻ പാടില്ല. എങ്ങാനും നിങ്ങൾ ലീവ് എടുക്കുകയാണൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് ചോദിച്ച് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. സെൽവകുമാറെ ഒരു ഹായ് വിട്ടിട്ടുണ്ടല്ലോ. യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ക്യാപ്സ്യൂൾ 4 ഷെയർഡ് ആണ്. കിട്ടാത്തവർ എത്രയും വേഗം ക്ലാസ്സിൽ ചോദിച്ച് വാങ്ങിക്കണം കേട്ടല്ലോ. ക്യാപ്സ്യൂൾ കിട്ടിയില്ല എന്നുള്ളത് ഒരു ചീത്തയല്ല, നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഒരുമിച്ചാണ് ഷെയർ ചെയ്യുക എല്ലാവർക്കും കൂടെ. എന്നാലും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടീച്ചറുടെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിക്കണം. സൗണ്ട് കുറവാണ്. വേറെ ആർക്കെങ്കിലും സൗണ്ട് കുറവായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. യെസ്. ഓക്കെ, ഇപ്പൊ സെറ്റ് ആയോ? ഇപ്പൊ കേൾക്കാമോ? ഓക്കെ ആണോ? ഞാൻ ഒരുപാട് അടുത്താണ് വന്നിരിക്കുന്നത്, കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. നിങ്ങൾ എന്നെ എങ്ങനെയായിരിക്കും കാണുന്നുണ്ടാവാ? ഇപ്പോഴും സൗണ്ട് കുറവാണോ? ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് സൗണ്ട് ഇഷ്യൂസോ നെറ്റ് ഇഷ്യൂസോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം. ആൻഡ് ഓൾസോ ക്യാമറ ഓഫ് ആക്കാൻ പറ്റില്ല. ചിന്മയ, എനിക്ക് തോന്നുന്നു ചിന്മയ ന്യൂ ജോയിനി ആണെന്ന്. ചിന്മയ, അജിത്, ഹലോ. ചിന്മയ, ക്യാമറ ഓൺ ചെയ്യണം, നിർബന്ധമാണ്. ഓക്കെ. പേടിച്ചു. യെസ്, അതെ സെൽവകുമാർ. ഓക്കെ. ഭൂതത്രേ ആണോ ഷാഹിദ? ശരിയാക്കി തരാം. നമ്മൾ ഏത് ചാപ്റ്റർ ആണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്? അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. അപ്പൊ ജസ്റ്റ് നമ്മൾ തുടങ്ങി, കഴിഞ്ഞ ക്ലാസ്സിൽ വെറുതെ ഒന്ന് ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഇത് എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പലരുടെയും സ്കൂളിൽ ഈ ചാപ്റ്റർ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ചാപ്റ്റർ ഹെഡിങ് തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് വാട്ട് ഇറ്റ് ഈസ്. എന്താണ് പഠിക്കുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ? അനാട്ടമി ആണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ മോർഫോളജി പഠിച്ച അത്രയും രസകരമായിരിക്കില്ല അനാട്ടമി പഠിക്കുമ്പോൾ. കാരണം നമ്മൾ കാണാത്ത സാധനങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. മോർഫോളജിയിൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ട് അങ്ങനെയൊക്കെയാണ്. ഓക്കെ. യെസ്, സെൽവകുമാറെ പേടിക്കണ്ട, ഞാൻ തന്നെയാണ് കേട്ടോ. ഓക്കെ. സോ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഞാൻ ഫസ്റ്റ് പറയാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 4 മാർക്സ് ആണ് കേട്ടോ. 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് നമ്മളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞ് പഠിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ എല്ലാ ചാപ്റ്റേഴ്സിനും ഞാൻ ഫോക്കസ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ഫോക്കസ് ചെയ്ത് പറയുന്നു. ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ. കാരണം നമുക്ക് എത്ര പഠിച്ചാലും ആ മാർക്കിനുള്ള ക്വസ്റ്റ്യനേ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഹൈ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് ചോദിക്കുക കേട്ടോ. സോ നമ്മൾ ടിഷ്യൂ സിസ്റ്റം പരിചയപ്പെട്ടു അല്ലേ? എങ്ങനെയാണ് ഒരു ടിഷ്യൂ ഫോം ചെയ്യണേന്നാ നമ്മൾ പറഞ്ഞേ? എങ്ങനെയാണ് ഒരു ടിഷ്യൂ ഫോം ചെയ്യുന്ന? ടിഷ്യൂ എങ്ങനെയാ ഫോം ചെയ്യണേ? ഒരു ഐഡിയ ഇല്ല. എന്താണ് ടിഷ്യൂ എന്ന് പറഞ്ഞ? ദീപു ചുമരും ചാരി ഇരിക്കുവാണല്ലോ. ഗ്രൂപ്പ് ഓഫ് സെൽസ് ഫോം ചെയ്യുന്നത് ഒരുപാട് സെല്ലുകൾ അല്ലെ? സെൽ പ്ലസ് 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 സെൽ, അങ്ങനെയൊക്കെ കുറെ സെല്ലുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ അതൊരു ടിഷ്യൂ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് അല്ലേ? അതാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. സൗണ്ട് അഗെയിൻ കുറഞ്ഞു. ഇപ്പോഴോ ഓക്കെ ആണോ?
എപ്പോഴാണ് കുറയുന്നത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടിഷ്യൂ സിസ്റ്റംസ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഇതിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ബിക്കോസ് ലോവർ ക്ലാസ്സസിലൊക്കെ നമ്മളിത് കേട്ടിട്ടൊക്കെ ഉണ്ട്. ഇനി എങ്ങാനും അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. ടിഷ്യൂ ഫോം ചെയ്യുന്നത്, മൈക്ക് അടുത്താണ് സെൽവകുമാറെ, ഇനി എന്റെ പല്ല് തട്ടി മൈക്ക് കുറവെന്ന് പറഞ്ഞ ടെൻഷൻ, അത്രയും അടുത്താണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, കുറവാണെങ്കിൽ പറയൂ. അപ്പോൾ എങ്ങനെയാണ് സെല്ലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നത്. അപ്പൊ പ്ലാന്റ്സിന്റെ കേസിൽ പറയാനാണെങ്കിൽ മെയിൻ ആയിട്ട് 2 ടിഷ്യൂസ് ആണ് പ്ലാന്റ്സിൽ കാണുന്നത്. ഏതൊക്കെയാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനന്റ് ടിഷ്യൂവും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനന്റ് ടിഷ്യൂവും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ ഇതൊന്നും എഴുതണ്ട, ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് ലെക്ചർ നോട്ട്സ് വേണമെങ്കിൽ എഴുതാട്ടോ. എഴുതണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച് ലെക്ചർ നോട്ട്സ് എഴുതാം എന്ന് വെച്ച് ഇവിടെ സ്ലൈഡിൽ കാണിക്കുന്ന ഈച്ച് ആൻഡ് എവറി പോയിന്റ് പകർത്തണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് പോയിന്റ് ഔട്ട് ആക്കി എഴുതാം, അത്രയേ ഉള്ളൂ. പക്ഷെ നിർബന്ധമില്ല, നിങ്ങളുടെ കൺവീനിയന്റ് ആണ് കേട്ടോ. ഓക്കെ, സോ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ പ്രത്യേകത എന്താ പറഞ്ഞേ? എന്താ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ പ്രത്യേകത? നോർമൽ ടിഷ്യൂ പോലെയാണോ അതോ എന്തെങ്കിലും വ്യത്യാസം അതിനുണ്ടോ? മെരിസ്റ്റം എന്നൊക്കെ നമ്മൾ, എനിക്ക് തോന്നുന്നു 9th നമ്മൾ കേട്ടിട്ടുണ്ട് മെരിസ്റ്റത്തെ പറ്റിയിട്ടൊക്കെ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ, റാപ്പിഡ് സെൽ ഡിവിഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? നോട്ട് എഴുതുന്നവരാണെങ്കിൽ ജസ്റ്റ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് എഴുതാ, ഒരു ഹൈഫൺ ഇടാ, എന്നിട്ട് എഴുതാ റാപ്പിഡ് സെൽ ഡിവിഷൻ. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ. അശ്വജിത്തെ, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത? റാപ്പിഡ് ആയിട്ട്, റാപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വളരെ വേഗത്തിൽ സെൽസ് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ പ്രത്യേകത. ഇനി വേർ ദീസ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആർ പ്രസന്റ്, എവിടെയാ അവർ കാണുന്നേ? ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എവിടെയാ പ്രസന്റ് ആയിട്ടുള്ളേ? എവിടെയാ പ്രസന്റ് ആയിരിക്കണേ വിശ്വദേവേ? 2 സ്ഥലത്താണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒരു പ്ലാന്റിന്റെ 2 ഭാഗങ്ങളിൽ. ഏതൊക്കെയാണ്? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഓക്കെ ആണോ? യെസ്. ഷൂട്ട് എപ്പെക്സ്, എപ്പെക്സ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ റൂട്ട് എപ്പെക്സ്. എപ്പെക്സ് എന്ന് പറഞ്ഞാൽ എൻഡ്, നമ്മൾ എന്തെന്ന് പറയാം? അറ്റത്ത് എന്നൊക്കെയുള്ള മീനിങ് ആണ്. എനിക്കറിയാം നിങ്ങളിൽ പലരും ചിലപ്പോൾ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന മക്കളുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേർഡ്സിന്റെ മീനിങ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ മീനിങ്ങുകളൊക്കെ ഇടയ്ക്ക് ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു പോവും. അപ്പൊ നിങ്ങൾക്കറിയാം ഏത് വേർഡ്സിന്റെ മീനിങ് ആണ് നിങ്ങൾക്ക് അറിയാത്തതെന്നുള്ളത്. അപ്പൊ അത് എഴുതി വെക്കാം. പിന്നീട് ചോദിക്കുമ്പോ കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അറിയുന്നവർ എഴുതേണ്ട ആവശ്യമില്ല, അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം എഴുതണം. എപ്പെക്സ് എന്ന് പറയുന്നത് അറ്റം എന്നുള്ള മീനിങ് ആണ്, എൻഡ് എന്നുള്ള മീനിങ് ആണ്. ഇപ്പൊ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ പ്ലാന്റിന്റെ ഭാഗം. പ്ലാന്റിന്റെ ഏത് ഭാഗമാണ് ഷൂട്ട്? ഏത് ഭാഗമാണ് ഷൂട്ട് എന്ന് പറയുന്നത്? ഷൂട്ട്, സ്റ്റെം അല്ലേ? അപ്പൊ സ്റ്റെമ്മിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഷൂട്ട്. യെസ് ഭാനുമതി, സ്റ്റെമ്മിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഷൂട്ടിന്റെ അറ്റത്തും, അതായത് സ്റ്റെമ്മിന്റെ അറ്റത്തും അതേപോലെ തന്നെ റൂട്ടിന്റെ അറ്റത്തും നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട്? മെരിസ്റ്റത്തിനെ കാണാൻ പറ്റുന്നുണ്ട്, മെരിസ്റ്റമാറ്റിക് സെല്ലുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത റാപ്പിഡ് സെൽ ഡിവിഷൻ ആണ്. ഇനി അടുത്ത കാറ്റഗറി ഓഫ് സെൽസ് ആരാണത്? ഓക്കെ ദേവപ്രിയ, അടുത്ത കാറ്റഗറി ഓഫ് സെൽസ് ആരാണ്? ഇതവിടെ എഴുതി വെച്ചിരിക്കുന്നു, പെർമനന്റ് ടിഷ്യൂ. പെർമനന്റ് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഉദ്ദേശിക്കണേന്നുള്ളത്. പെർമനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായത് അല്ലെ? മാറ്റമില്ലാത്തത്, സ്ഥിരമായെന്നുള്ളൊരു മീനിങ് ആണ് ഉള്ളത് അല്ലേ ദീപു? അപ്പൊ പെർമനന്റ് ടിഷ്യൂന്റെ പ്രത്യേകത അത് തന്നെയാണ്. വൺസ് ദേ ഫോം ദേ നെവർ വിൽ ചേഞ്ച്. എന്താണ്? ഒരു തവണ ഈ സെല്ല് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ചേഞ്ചും ഉണ്ടാവില്ല. അത് നശിച്ചു പോകുന്നത് വരെ അങ്ങനെ തന്നെയാണ് നിൽക്കുക. മെരിസ്റ്റമാറ്റിക് സെല്ലിന്റെ കേസ് നമ്മൾ എന്താ പറഞ്ഞത്? അതിന് എപ്പോഴും ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. എപ്പോഴും സെല്ല് ഡിവൈഡ് ആവുന്നു, പുതിയ പുതിയ സെല്ലുകൾ വരുന്നു, ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മെരിസ്റ്റത്തില്. പെർമനന്റ് ടിഷ്യൂൽ അങ്ങനെയല്ല. ഒരു തവണ അവർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. ആസ് സച്ച് അങ്ങനെ തന്നെയാണ് അത് നിൽക്കുക. ആ സെല്ല് നശിച്ചു പോകുന്ന വരെ അത് അങ്ങനെ തന്നെ നിൽക്കും. മനസ്സിലായോ? മെരിസ്റ്റവും പെർമനന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് കിട്ടിയോ അനു? മനസ്സിലായി? ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക് പറയുന്നത് കിട്ടിയിട്ടില്ല, റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ മതി, റിപ്പീറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിന്റെ ഡിവിഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. പെർമനന്റ് ടിഷ്യൂസിനകത്ത് 2 കാറ്റഗറിയാണ് വരുന്നത്. ഇതിന്റെ അടിയിൽ വരുന്ന
2 കാറ്റഗറി ആണുള്ളത്. ഏതൊക്കെയാണ്? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. 2 പേര്, സിമ്പിൾ പെർമനന്റും കോംപ്ലക്സ് പെർമനന്റും. സിമ്പിൾ എന്ന് പറയുന്നതിന്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിട്ടുള്ള പാരൻ കൈമ, സ്ക്ലീറൻ കൈമ ആൻഡ് കോളൻ കൈമ. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഇതില് പാരൻ കൈമ മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി നമ്മുടെ സ്ക്ലീറൻ കൈമയും കോളൻ കൈമയും ഡെലീറ്റഡ് ആണ്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതെല്ലാം പറയുന്നുണ്ട്, പക്ഷെ അത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രോസ് ഇട്ടേക്കുക. നമുക്ക് പാരൻ കൈമ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, സ്ക്ലീറനും കോളനും നമുക്ക് ഇല്ല. ദെൻ കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ ആണ് സൈലവും ഫ്ലോയവും. അറിയാലോ സൈലും ഫ്ലോയും ഒക്കെ, ഫാത്തിമ സന ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈലം ഫ്ലോയം ഒക്കെ, ഓർക്കണുണ്ടോ അതൊക്കെ? ഇതിനകത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ സൈലം മാത്രമേ പഠിക്കാനുള്ളൂ, ഫ്ലോയം പഠിക്കാനില്ല കേട്ടോ. സോ ഫ്ലോയത്തിനെ പറ്റിയിട്ടും അതിന്റെ കമ്പോണൻസിനെ പറ്റിയിട്ടൊക്കെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നവരുടെ കയ്യിലാണ് അത് ഉണ്ടാവുക. ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ, അപ്പൊ അതിനകത്തും ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. അപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ക്രോസ് ചെയ്തോളൂ. നമുക്കത് എന്തായാലും ഇപ്പൊ പഠിക്കാനില്ല കേട്ടോ. ഫ്ലോയത്തിന്റെ കേസ് സൈലം മാത്രമേ അവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ സൈലത്തിനകത്ത് അതിന്റെ കമ്പോണൻസ്, അതിന്റെ ഫീച്ചേഴ്സ് അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി സിമ്പിൾ ടിഷ്യൂസിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ സിമ്പിൾ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇവരെ സിമ്പിൾ ടിഷ്യൂസ് എന്ന് വിളിക്കാൻ കാരണം? എന്തെങ്കിലും കാരണം ഉണ്ടോ? നിങ്ങളുടെ ഗസ്സോ നിങ്ങളുടെ ആൻസേഴ്സോ ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ. ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രമല്ല, നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഐഡിയാസ്, നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിനകത്ത് ഇടാം. ഓക്കെ നിജിലെ, എന്താണ് സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? ഇതിനർത്ഥം ആ ടിഷ്യൂവിനകത്ത് കാണുന്ന എല്ലാ സെല്ലുകളും സിമിലർ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ദേവപ്രിയയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് റിവൈസ്ഡ് ടെക്സ്റ്റ് ആണ്. പക്ഷെ പണ്ടത്തെ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ ഫ്ലോയും കാണും, അപ്പൊ അത് വേണ്ട. യെസ് സെൽവകുമാർ, എന്താണ് സിമ്പിൾ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ? ആ ടിഷ്യൂവിനകത്ത് കാണുന്ന എല്ലാ സെല്ലുകൾക്കും ഒരേ സ്ട്രക്ചറും ഒരേ ഫംഗ്ഷനും ആയിരിക്കും. അവരെല്ലാരും കൂടെ ചെയ്യുന്നത് ഒരേ കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് പാരൻ കൈമ. ഇവരുടെ ഷേപ്പ് പറയുകയാണെങ്കിൽ സ്പിരിക്കല്, ഓവല്, റൗണ്ട്, ലൈക്ക് നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. പോളിഗണൽ എന്ന് പറഞ്ഞാൽ മതി, ഇറ്റ്സ് എനഫ്. വേറെ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, അത് മതി. ഇതിന് ഇവരുടെ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. ഇവരുടെ വാൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വളരെ ക്ലോസ്ലി പാക്ക്ഡാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എങ്ങനെയാ പാരൻ കൈമ കാണിച്ചിട്ടുള്ളത് നോക്കിക്കേ. വളരെ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. അതായത് ഒരു സെല്ല് കഴിഞ്ഞാൽ വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് നെക്സ്റ്റ് സെല്ല് ഇരിക്കുന്നത്, പാരൻ കൈമ സെല്ലുകൾ ഇരിക്കുന്നത്. അതിനർത്ഥം ഇതിന്റെ ഇടയിൽ സ്പേസ് ഒന്നുമില്ല, ദർ ഇസ് നോ ഇന്റർസെല്ലുലാർ സ്പേസസ്. ഓക്കെ, അതാണ് പാരൻ കൈമയുടെ പ്രത്യേകത. ടെക്സ്റ്റ് സിമ്പിൾ ടിഷ്യൂ പേജ് നമ്പർ, സിമ്പിൾ ടിഷ്യൂ പേജ് നമ്പർ ഒന്ന് പറയോ ചോദിക്കുന്നുണ്ട്. എനിബഡി പേജ് നമ്പർ ഒന്ന് കമന്റ് ചെയ്യോ? ഇത് നോട്ട് എഴുതണോന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ് മക്കളെ, നിങ്ങൾക്ക് നോട്ട് എഴുതണമെങ്കിൽ എഴുതാം. മനസ്സിലായി ഇതിന്റെ, കാരണം ഇതിന്റെ എല്ലാം ക്യാപ്സ്യൂൾ നോട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ അത് വെച്ച് പഠിക്കുന്നവർക്ക് അത് വെച്ച് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ടെക്സ്റ്റിനകത്ത് അടയാളപ്പെടുത്തുന്നവരെ ഒന്നില്ലെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ നോട്ടിനകത്ത് എഴുതുന്നവരാണെങ്കിൽ എഴുതണം. ഓൾഡ് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 86 ആണ് കേട്ടോ, പേജ് നമ്പർ 86നകത്ത് ഇതുണ്ട്. ടെക്സ്റ്റിനകത്ത് ഉണ്ടല്ലോ ആരതി. പാരൻ കൈമ നമുക്ക് സിലബസിലുള്ള ടോപ്പിക്കാണ്. അതായത് ഇടയിലാണ് പറഞ്ഞു പോകുന്നത്. ആ ഇടയിലുള്ള പോയിന്റ്, അതാണ് ഞാൻ പോയിന്റ് ഔട്ട് ആക്കി ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൊത്തം പാരഗ്രാഫിന്റെ ഇടയിൽ പറഞ്ഞു പോകുന്ന വിശേഷങ്ങളാണ് ഇതൊക്കെ, അതാണ് പോയിന്റ് ആക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുത്തോ, നോ ഇഷ്യൂ. ഓക്കെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് അണ്ടർലൈൻ ചെയ്തിടാം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം എല്ലാവരും ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ ഇവരുടെ ഫങ്ഷൻസ് പറയാനാണെങ്കിൽ, അതായത് സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ പേജ് നമ്പർ പറഞ്ഞല്ലോ 86 ആണ്. പുതിയ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ആരായിരുന്നു? ദേവപ്രിയ അല്ലേ? ദേവപ്രിയയുടെ ടെക്സ്റ്റിനകത്ത് ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ടെക്സ്റ്റിനകത്ത് അത് കാണുന്നില്ല. ഓക്കെ, പക്ഷെ നമുക്ക് പാരൻ കൈമ പഠിക്കാനുണ്ട്, ലൈക്ക് സിമ്പിൾ ടിഷ്യൂസ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. വേറെ ഒന്നുമില്ല, കൂടുതലൊന്നുമില്ല. സിമ്പിൾ ടിഷ്യൂ എന്താണെന്ന് മാത്രം. ഇതുവരെ എക്സാമിനൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇനി എങ്ങാനും നിങ്ങളുടെ ഭാഗ്യത്തിന് ഈ വർഷം ചോദിച്ചാലോ, നമുക്ക് എഴുതണ്ടേ. അപ്പൊ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട്. സിമ്പിൾ ടിഷ്യൂ എന്താണെന്ന് അറിയണം. എന്താണ് സിമ്പിൾ ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ സ്ട്രക്ചർ ആണ്, അതേപോലെ സിമിലർ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പാരൻ കൈമ. എന്താണ് പാരൻ കൈമയുടെ ഫംഗ്ഷൻ? ഫോട്ടോസിന്തസിസ്, സ്റ്റോറേജ്, സെക്രീഷൻ. ഇത് മൂന്നുമാണ് ഫംഗ്ഷൻ. മതി, ഇത്രയും മതി, കൂടുതലൊന്നും വേണ്ട.
ഞാൻ തന്നെ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് സെൽവകുമാർ. അതെ, അതായത് കുറേ പാരഗ്രാഫ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടില്ലേ? എന്ത് തോന്നി കണ്ടപ്പോ? ഷാഫിത്തെ, NCERT ടെക്സ്റ്റ് കണ്ടിട്ട് എന്താ തോന്നിയേ? ഇത്രയും കാലം 10ാം ക്ലാസ് വരെ നല്ല രസമായിരുന്നു അല്ലെ? കുറേ നല്ല ഫോട്ടോസും കുറേ ടേബിൾസും കുറേ ഫ്ലോ ചാർട്ടും ഒക്കെ ആയിട്ട് രസകരമായിട്ടല്ലേ നമ്മൾ പഠിച്ചോണ്ടിരുന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറേ ഇങ്ങനെ എഴുതി കൂട്ടി വെച്ചേക്കാണ് അല്ലെ? അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. അല്ലാതെ കുറേ വായിച്ചതുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടണമെന്നില്ല. മനസ്സിലായോ? ഞാൻ ഇതിന്റെ വെയിറ്റേജ് പറഞ്ഞതിന്റെ കാരണം അത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ പലരും പഠിക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇതിന്ന് 4 മാർക്കേ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ മാർക്ക് അനുസരിച്ച് പഠിക്കുക, പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കാം. അല്ലാതെ പണ്ട് നമ്മൾ പഠിച്ചിരുന്ന ആ ഒരു മെത്തേഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുറേ സമയം വെറുതെ വേസ്റ്റ് ആയി പോകും. ഓക്കെ, സെറ്റ്. അപ്പൊ ഇത്രയാണ് സിമ്പിൾ ടിഷ്യൂസിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിനകത്തുനിന്ന് പാരൻകൈമ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. കോളൻ സ്ക്ലിറൻ നമുക്ക് പഠിക്കാനില്ല. പാരൻകൈമയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിന്റെ ഷേപ്പ് ഐസോ ഡയാമെട്രിക് ആണ്, വേറെ ഒന്നുമില്ല, ഓവൽ ഷേപ്പ് ആണ്. അത്രയേ ഉള്ളൂ, ഓവൽ ഷേപ്പ് ആണ്. ഇതിന്റെ സെൽ വാളൊക്കെ വളരെ തിന്നാണ്. സെല്ലുലോസ് കൊണ്ടാണ് ഇതിന്റെ സെൽ വാളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്റർസെല്ലുലാർ സ്പേസസ് വളരെ കുറച്ച് മാത്രം പ്രസന്റ് ആണ്. ഫങ്ഷൻസ് മാത്രം ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. പാരൻകൈമയുടെ ഫങ്ഷൻസ് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാരൻകൈമയുടെ ഫങ്ഷൻസ് മാത്രം ഒന്ന് ഇതുവരെ പാരൻകൈമേനെ പറ്റിയിട്ട് അങ്ങനെ ഒന്നും എടുത്ത് ചോദിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഫങ്ഷൻസ് ഓർത്ത് വെച്ചോളൂ. ഈ 3 ഫങ്ഷൻ ആണ് പാരൻകൈമയ്ക്ക് ഉള്ളത്. നോട്ട് ചെയ്തോ അജയ്? ഓക്കെ, അപ്പൊ അത്രയും മതി പാരൻകൈമ. ഞാൻ സ്ലൈഡ് മറക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതേ സ്ലൈഡ് കാണിച്ചു തരാം കേട്ടോ. ഇനി കോംപ്ലക്സ് ടിഷ്യൂസിനകത്തേക്ക് വരുവാണെങ്കിൽ അത് സൈലം ആൻഡ് ഫ്ലോയം ആണ്. എന്താണ് കോംപ്ലക്സ് ടിഷ്യൂ? എന്തുകൊണ്ടാണ് നമ്മൾ അവരെ കോംപ്ലക്സ് എന്ന് വിളിക്കണേ? നേരത്തെ കുറച്ച് ആൾക്കാരെ നമ്മൾ സിമ്പിൾ എന്ന് വിളിച്ചു. ഇവരെ നമ്മൾ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. വൈ? എന്താ കോംപ്ലക്സ് എന്ന് വിളിക്കാൻ കാരണം എന്താ? വെറുതെ അങ്ങോട്ട് വിളിക്കാല്ലേ. എന്താ കോംപ്ലക്സ് എന്ന് വിളിക്കാൻ കാരണം? യെസ്, ഓരോ കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. എന്തുകൊണ്ടാണ് കോംപ്ലക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണ് കാണുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസ് ആണ്. ആ ഓരോ സെൽസും ചെയ്യുന്നത് പല പല ഡ്യൂട്ടീസ് ആണ്, അല്ലാതെ ഒരേ ഫംഗ്ഷൻ അല്ല ഇവർ ചെയ്യുന്നത്. നേരത്തെ അങ്ങനെയായിരുന്നില്ല. സിമ്പിൾ പഠിച്ചപ്പോൾ എന്തായിരുന്നു? എല്ലാവരും ഒരുപോലെ, എല്ലാവരും ചെയ്യുന്ന കാര്യവും ഒരുപോലെ, അങ്ങനെയായിരുന്നു. പക്ഷെ ഇവര് അങ്ങനെയല്ല, ചെയ്യുന്നതൊക്കെ ഡിഫറെന്റ് ആണ്, അവരുടെ സ്ട്രക്ചറും ഡിഫറെന്റ് ആണ്. ഓക്കെ ആണോ അർലിൻ? ഓക്കെ. അതിനകത്ത് വരുന്നതാണ് സൈലം. ഒന്നാമത്തെ കോംപ്ലക്സ് ടിഷ്യൂ ആണ് സൈലം. ഫ്ലോയം നമുക്കില്ല കേട്ടോ. സൈലത്തിന്റെ പ്രത്യേകത, സൈലം എന്താ ചെയ്യണം മക്കളെ? ഫങ്ഷൻ ഓഫ് സൈലം എന്താണ്? ഫങ്ഷൻ ഓഫ് സൈലം ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, എന്തിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യണേ? വാട്ടർ അല്ലേ? വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആണ് സൈലം ചെയ്യുന്നത്. യെസ്, വെരി ഗുഡ്. ഫുഡ് ആൻഡ് മിനറൽസാ സൈലോ. അപ്പൊ ഫ്ലോയം എന്തിനാ അവിടെ? ഫ്ലോയമാണ് ഫുഡിനെയും മറ്റ് മിനറൽസ് കാര്യങ്ങളെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫ്ലോയമാണ്. സൈലം വാട്ടർ ആൻഡ് സോൾട്ട് എന്ന് പറയുന്നത് ആ മണ്ണിനകത്ത് അടങ്ങിയിട്ടുള്ള പല മെറ്റീരിയൽസിനെയാണ്, ഇതിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സൈലം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചേ, സൈലം ഒന്നും ഇല്ല ടെക്സ്റ്റ് ബുക്കിനകത്ത്. എന്റെ ദൈവമേ. അപ്പൊ നോട്ട് ചെയ്തോളൂ കേട്ടോ ദേവപ്രിയ. സൈലത്തിന്റെ പ്രത്യേകത, സൈലത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെയായിരിക്കും? യൂണി ഡിറക്ഷണൽ ആയിരിക്കും, ബൈ ഡിറക്ഷണൽ ആയിരിക്കും? യൂണി ഡിറക്ഷണൽ എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിലേക്ക് മാത്രം. ബൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. സൈലത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും ശിവാനി? സൈലം എങ്ങനെയായിരിക്കും വാട്ടറിനെ കണ്ടക്ട് ചെയ്യുക? സെൽവകുമാറെ, ചിന്മയ? യൂണി ഡിറക്ഷണൽ. എന്തുകൊണ്ടാണ് നിങ്ങൾ യൂണി ഡിറക്ഷണൽ എന്ന് പറഞ്ഞേ? മെർലിൻ ജോമിറ്റ്, അതുപോലെ തന്നെ അദ്വിക, ബേസിൽ, ഇവരൊക്കെ ക്യാമറ ഓഫ് ആണല്ലോ ടീച്ചറെ. വേഗം ഓൺ ചെയ്തോ, ക്യാമറ ഓൺ ചെയ്തോ. വിസ്മയ, സ്ക്രീനിൽ കണ്ടത് കൊണ്ടാണ് അത് യൂണി ഡിറക്ഷണലായി മാറിയത് അല്ലേ? ആണോ?
എന്തുകൊണ്ടാണ് യൂണിഡിറക്ഷണൽ എന്ന് പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ചേ, നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു മണ്ണിലേക്ക്, ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, ആ വെള്ളം ആ പ്ലാന്റ് വലിച്ചെടുക്കുന്നു ഫ്രം ദ സോയിൽ, എന്നിട്ട് നേരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? പ്ലാന്റ്സ് മുകളിലേക്ക്, പ്ലാന്റ്സിന്റെ ബാക്കിയുള്ള ഭാഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ മുകളിലേക്ക് കൊണ്ടുപോകുന്ന വാട്ടറിന് തിരിച്ചിറങ്ങി വരേണ്ട ആവശ്യമുണ്ടോ? തിരിച്ച് സോയിലിലേക്ക് തന്നെ ഇറങ്ങി വരേണ്ട വല്ല ആവശ്യമുണ്ടോ ആഗ്നസേ? അങ്ങനെ വരേണ്ട ആവശ്യമില്ല. അപ്പൊ അതെന്താണ്? യൂണിഡിറക്ഷണൽ, ഒരൊറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ സൈലം ട്രാൻസ്പോർട്ട് ചെയ്യണുള്ളൂ. പക്ഷെ അതേസമയം ഫ്ലോയത്തിൽ എങ്ങനെയായിരിക്കും? അത് പഠിക്കാനില്ല, ബട്ട് സ്റ്റിൽ ഒന്ന് ചോദിക്കുകയാണ്. ഫ്ലോയത്തിൽ എങ്ങനെയായിരിക്കും? ഇതുപോലെ യൂണിഡിറക്ഷൻ ആയിരിക്കോ ട്രാൻസ്പോർട്ടേഷൻ? അല്ല, ബൈ ഡിറക്ഷണൽ ആയിരിക്കും. കാരണം എന്താ? പ്ലാന്റ്സിന്റെ ഏത് ഭാഗത്താണ് ഫുഡ് ഉണ്ടാവുക? വൈഗ, പ്ലാന്റ്സിന്റെ എവിടെയാണ് ഫുഡ് ഉണ്ടാവുന്നേ? റൂട്ടിലാണോ? സ്റ്റെമ്മിലാണോ? ഫ്ലവേഴ്സിലാണോ? എവിടെയാണ് ഫുഡ് ഉണ്ടാവുക പ്ലാന്റ്സിന്റെ? ലീവ്സിലാണ് ഉണ്ടാവുക. യെസ് ആദ്യ, യെസ് കറക്റ്റ്. പ്ലാന്റ്സിന്റെ ലീഫിലാണ് ഫുഡ് ഉണ്ടാവുക. അപ്പൊ ആ ലീഫിൽ ഇരിക്കുന്ന ഫുഡിനെ ആ ലീഫിൽ നിന്ന് എടുത്ത് പ്ലാന്റ്സിന്റെ മുകളിലേക്കും താഴത്തേക്കും ഒക്കെ കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അവിടെ ബൈ ഡിറക്ഷണൽ മൂവ്മെന്റ് ആണ്. പക്ഷെ വാട്ടറിന്റെ കേസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൈലത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ, അവിടെ യൂണിഡിറക്ഷണൽ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ഓക്കെ, ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സപ്പോർട്ട് ആണ്. ഇവർക്ക് കമ്പോണൻസ് ഉണ്ട് കേട്ടോ. കമ്പോണൻസ് എന്ന് പറയുമ്പോൾ സൈലം മേഡപ്പ് ഓഫ്, അല്ലെങ്കിൽ സൈലത്തിന്റെ കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയാണത്? ട്രക്കേറ്റ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. സൈലം ടെക്സ്റ്റിനകത്ത് ഉണ്ടാവും, കാരണം ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സൈലത്തിന്റെ കമ്പോണൻസ് മാത്രം അവരെടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. യെസ്, വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് പ്രസന്റ് ഇൻ ദ സൈലം ടിഷ്യൂ? ഇതൊരു PYQ ആണ്, മുൻ വർഷത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ത് എഴുതണം? സൈലത്തെ പറ്റിയിട്ട് ഒന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, സൈലത്തിന്റെ അകത്തെ ഡിഫറെന്റ് സെല്ലുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നമുക്കറിയണം സൈലത്തിനകത്ത് കാണുന്ന സെൽസ് ഏതൊക്കെയാ. സൈലത്തിനകത്ത് കാണുന്നില്ലെങ്കിൽ സൈലം സെൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ സൈലത്തിന്റെ കമ്പോണൻസ് എന്ന് പറയാം. ഫസ്റ്റ് വൺ ആണ് ട്രക്കീറ്റ്സ്. ഓക്കെ, ട്രക്കീറ്റ്സ് ഉണ്ട്, വെസൽസ് ഉണ്ട്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. ഇവര് 4 പേരുമാണ് സൈലത്തിന്റെ കമ്പോണൻസ്. നോട്ട് ഡൗൺ ചെയ്തോ വൈഗ, സുബിനെ? എന്താണ് അവിടെ? ഏതൊക്കെയാണ് സൈലത്തിലെ കമ്പോണൻസ്? വിഷുദേവിനെ കാണുന്നില്ലല്ലോ, ബ്ലർ ആണല്ലോ. ഏതൊക്കെയാണ് സൈലത്തിലെ കമ്പോണൻസ്? പറയൂ. ട്രക്കേറ്റ്സിന്റെ പ്രത്യേകത, ജസ്റ്റ് അതിൽ എല്ലാ പോയിന്റ്സും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന്റെ ഒരു ഫീച്ചർ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, അത് മാത്രം നോക്കിയാൽ മതി. ട്രക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇലോങ്ങേറ്റഡ് ആണ്, ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഇതാണ് ഡയഗ്രാം കേട്ടോ, ട്രക്കേറ്റ്സിന്റെ ഡയഗ്രാം ആണ്, ടെക്സ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ട്രക്കേറ്റ്സ് എന്ന് പറയുന്നത്. ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ട്രക്കേറ്റ്സ്. കാരണം വെള്ളം പോകുന്നത് എങ്ങനെയാ? ഒരു ട്യൂബ് കൂടെയാണല്ലോ വാട്ടർ പോകുന്നത്. സോ വാട്ടറിന്റെ കണ്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവരുടെ സ്ട്രക്ചർ ഇങ്ങനെ ട്യൂബ് പോലെ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. കാണുന്നില്ല ഐശ്വര്യ? അപ്പൊ കാണാത്തവർ എന്ത് ചെയ്യാം? നോട്ട് ബുക്ക് എടുത്ത് പോയിന്റുകൾ മാത്രം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അതാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം എനിക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് വാങ്ങിച്ച് കണ്ടുപിടിച്ച് തരാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തപ്പി സമയം കളയണ്ട, ജസ്റ്റ് നോട്ട് എടുക്കുക, പോയിന്റ് ഔട്ട് ചെയ്യുക. ഞാൻ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ അത് മാത്രം എഴുതിയാൽ മതി, കൂടുതലൊന്നും എഴുതണ്ട. ട്രക്കേറ്റ്സ് ആണ് ഫസ്റ്റ് കമ്പോണന്റ് നമ്മൾ പറയുന്നത്. ട്രക്കേറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഓക്കെ, യെസ്. മെർലിന്റെ ടെക്സ്റ്റ് നോട്ടൊക്കെ എവിടെ? മെർലിൻ, ടെക്സ്റ്റ് നോട്ട് ഇല്ലാതെ ആരും ക്ലാസ്സിൽ ഇരിക്കണ്ട കേട്ടോ, വെറുതെ ഇങ്ങനെ ഇരിക്കാനായിട്ട് വരണ്ട. ടെക്സ്റ്റ് നോട്ടൊക്കെ നമുക്ക് വേണം. മെർലിൻ ന്യൂ ജോയിൻ ആണോ? എവിടെ ആണോ? അൺമ്യൂട്ട് ചെയ്തേ. ഒന്നുകൂടെ. ഹലോ, ടീച്ചറുടെ ഫസ്റ്റ് ക്ലാസ് ആണോ ഇത്? യെസ്. അപ്പൊ നമ്മൾ 6th ചാപ്റ്റർ ആണ് ഇപ്പൊ എടുക്കുന്നത് ബയോളജിയിൽ കേട്ടോ, അനാട്ടമിയാണ് എടുക്കുന്നത്. അപ്പൊ ടെക്സ്റ്റ് നോട്ടൊക്കെ വേണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മെർലിൻ, ക്യാമറ പ്രോപ്പർ ആയിട്ട് വെക്കാം കേട്ടോ. ഹാദിയ ഓൾസോ, ക്യാമറ എങ്ങനെയാ വെക്കണ്ടേ? ഇങ്ങനെ വെക്കണം, ആരും ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട കേട്ടോ. അതുപോലെ കയ്യിൽ പിടിച്ചിട്ട് ആരും ഇരിക്കണ്ട, കാരണം നമുക്ക് ഇത്രയും സമയം നിങ്ങൾ കയ്യിൽ പിടിച്ചിരുന്ന ഒരു പരിവാവും ക്ലാസ് കഴിയുമ്പോഴേക്കും. അപ്പൊ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കുക ക്യാമറ, എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാം. അടുത്ത കമ്പോണന്റ് എന്താണ്? പ്രീവിയസ് സ്ലൈഡ് കാണിക്കുന്നത്. യെസ്, ഇതാ. ഇതിലെ എല്ലാ പോയിന്റ്സും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പോയിന്റ് അറിയണം.
അത്രയും മതി ട്രക്കീറ്റ്സ്. അശ്വജിത്ത് ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ? എവിടെയാണ്? ടെക്സ്റ്റിനാണോ നോട്ടിലാണോ? ടെക്സ്റ്റിനകത്ത്. അടുത്തതാണ് നമ്മുടെ വെസൽസ്. വെസൽസും ഇതേപോലെ തന്നെ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഇവരുടെ പ്രത്യേകത ഇവർക്ക് പ്രോട്ടോപ്ലാസം ഇല്ല. ഡിവോയിഡ് ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ ഡിവോയിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസം ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇവർക്ക് പ്രോട്ടോപ്ലാസം ഒന്നും ഇല്ല. ഓക്കെ, വെസൽസ് ഇവരുടെ പ്രത്യേകത ഇവര് യൂഷ്വലി ജിംനോസ്പേംസിനൊന്നും നമുക്ക് വെസൽസ് കാണാൻ പറ്റില്ല. ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ എന്താ ജിംനോസ്പേം? നമ്മൾ ഫസ്റ്റ് പഠിച്ചതല്ലേ ജിംനോസ്പേം ഒക്കെ. എന്താ പറഞ്ഞേ? എന്താ ജിംനോസ്പേം? വല്ല തിന്നാനുള്ള സാധനമാണോ? എന്താ അത്? ജിംനോസ്പേംസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ ഒരു കാറ്റഗറിയാണ്. നേക്കഡ് സീഡ് പ്ലാന്റ്സ്. വെരി ഗുഡ് സെൽവകുമാർ. ഓക്കെ, അപ്പൊ അവരിലൊന്നും ഈ വെസൽസ് ഇല്ല. കാരണം വെസൽസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് സൈലത്തില്. അപ്പൊ അതുകൊണ്ട് ജിംനോസ്പേം എന്നൊക്കെ പറയുമ്പോൾ കുറെ കാലം മുന്നേയുള്ള പ്ലാന്റ്സ് ആണ്. അവർക്ക് അത്ര ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരിലൊന്നും വെസൽ കാണുന്നില്ല. ഓക്കെ, ദെൻ അടുത്ത ആളാണ് നമ്മുടെ സൈലം ഫൈബേഴ്സ്. വേറെ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും ഇതിനകത്ത് പറയാനില്ല. സൈലം ഫൈബേഴ്സ് പ്രസന്റ് ആണ്. യെസ് ഭാനുമതി, ഫ്രൂട്ട് ആബ്സെന്റ് ആണ്. ഇനി അതിനകത്ത് വരുന്ന ലാസ്റ്റത്തെ ആളാണ് സൈലം പാരൻ കൈമ. സൈലം പാരൻ കൈമ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച 4 സെല്ല് ഉണ്ടല്ലോ, അതിനകത്തെ ഈ ഒരൊറ്റ സെല്ല് മാത്രം, ഈ ഒരൊറ്റ കമ്പോണന്റ് മാത്രമാണ് ലിവിങ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ജീവനുള്ള ഒരു സെല്ല് എന്ന് പറയുന്നത് ഈ സൈലം പാരൻ കൈമ മാത്രമാണ്. അപ്പൊ നിങ്ങൾ മുന്നേ പഠിച്ച ട്രക്കീഡ്, വെസല്, ഫൈബേഴ്സ് ഇതൊക്കെ ഡെഡ് സെല്ലാണ്. ഡെഡ്. അതാണ് വൈക ഞാൻ പറഞ്ഞത്. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തോളൂ. ഓക്കെ ഓക്കെ, ബാക്കി ഇതിന് മുന്നേ നമ്മൾ കണ്ട 3 എണ്ണം ഡെഡ് സെൽസ് ആണ്. ഈ പറയുന്ന സൈലം പാരൻ കൈമ മാത്രമാണ് ലിവിങ് ആയിട്ടുള്ളത്, ലിവിങ് ടിഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വല്ല ഓഡ് വൺ ഒക്കെ വരികയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ ഓഡ് വൺ ഏതായിരിക്കും? അപ്പോൾ സൈലം പാരൻ കൈമയാണ് അതിനകത്ത് ഓഡ് വൺ. കാരണം അത് മാത്രമാണ് ലിവിങ്, ബാക്കിയെല്ലാം ഡെഡ് ടിഷ്യൂസ് ആണ്, ഡെഡ് സെൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കമ്പോണൻസ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് പ്രൈമറി സൈലത്തിന്റെ 2 ടൈപ്സ്. ഇത് നിങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ബോക്സ് തന്നെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഇങ്ങനെ തന്നെ എഴുതി വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. ടെക്സ്റ്റിനകത്ത് ഉണ്ട്, പക്ഷെ ഇങ്ങനെയല്ല അത് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈലത്തിന്റെ 2 ടൈപ്പ് ഓഫ് സെൽസിന്റെ കാര്യമാണ് പറയുന്നത്. സൈലത്തിന്റെ കേസിൽ സൈലം ഫസ്റ്റ് ഫോം ചെയ്യുന്ന, സൈലം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പ്രൈമറി സൈലം എലമെന്റ്സിനെയാണ് നമ്മൾ പ്രോട്ടോസൈലം എന്ന് പറയുന്നത്. പ്രോട്ടോസൈലം. ഇത് അങ്ങനെ തന്നെ പഠിക്കാം, നമുക്ക് വേറെ വഴിയില്ല. എന്താണ് പ്രോട്ടോസൈലം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടണം ഫസ്റ്റ് ഫോം ചെയ്യുന്ന, ആദ്യമായിട്ട് സൈലം ഉണ്ടാക്കുന്ന പ്രൈമറി എലമെന്റ്സിനെയാണ് നമ്മൾ പ്രോട്ടോസൈലം എന്ന് പറയുന്നത്. പ്രോട്ടോസൈലം എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞുണ്ടാക്കുന്നതോ? അത് കഴിഞ്ഞുണ്ടാക്കുന്നത് ആരാണപ്പോ? മെറ്റാസൈലം. ലേറ്റർ ഫോംഡ് പ്രൈമറി സൈലം. ആദ്യം ഫോം ചെയ്യണ പ്രൈമറി സൈലം ആണ് എന്ത്? പ്രോട്ടോസൈലം. അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന സൈലം ആണ്, പ്രൈമറി സൈലം ആണ് മെറ്റാസൈലം. ഇനി ഇവരെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ സ്റ്റെമ്മിന്റെ കേസിലും റൂട്ടിന്റെ കേസിലും നമ്മൾ പറയുന്നുണ്ട്. സ്റ്റെമ്മിലും റൂട്ടിലും എങ്ങനെയാണ് ഈ മെറ്റാസൈലവും പ്രോട്ടോസൈലവും അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് നിങ്ങൾ ഈ കാണുന്ന വേർഡ് ഉണ്ടല്ലോ, എൻഡാർക്ക്, എക്സാർക്ക്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എല്ലാ വർഷവും ചോദിക്കും, ഈ വർഷവും ചോദിക്കും. അത് കാരണം അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഈ എൻഡാർക്കും എക്സാർക്കും. ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്താണ് അശ്വജിത്തെ? ഓക്കെ, അപ്പോൾ എൻഡാർക്കും എക്സാർക്കും നമുക്ക് അറിയണം. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പേര് ഏകദേശം സിമിലർ ആയതുകൊണ്ട്. പക്ഷെ മനസ്സിൽ ഉറപ്പിക്കുക, എൻഡാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടോസൈലം എങ്ങോട്ടാണ് ചേർന്നിരിക്കുന്നത്? നമ്മുടെ പിത്തിലേക്കാണ് ചേർന്നിരിക്കുന്നത്. പിത്ത് എന്ന് പറഞ്ഞ ഭാഗം എന്താണ്? സാരഥി. ഓക്കെ, പിത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് നമ്മളൊരു സെക്ഷൻ ആയിട്ട് എടുക്കാണ് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റെമ്മിന്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലാബിൽ കയറിയോ? ബോട്ടണി ലാബിൽ കയറിയോ? കയറിയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കണ്ടിട്ടുണ്ടോ ബ്ലേഡ് വെച്ച് ഇങ്ങനെ എടുക്കുന്നത്?
ആ ഒരു പരിപാടി കണ്ടിട്ടില്ല. അതായത് നമുക്ക് സ്റ്റെമ്മോ റൂട്ടോ ഒക്കെ നമ്മുടെ കയ്യിൽ തരും, എന്നിട്ട് അതിന്റെ സെക്ഷൻ എടുക്കാൻ പറയാം. നിങ്ങൾക്ക് ഉണ്ട്, പ്ലസ് ടുവിൽ ഒക്കെ ഉണ്ട് എന്തായാലും. സെക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്ത് വളരെ തിന്നായിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. അതാണ് സെക്ഷൻ എടുക്കാന്ന്. വളരെ തിന്നായാലാണ് അതിനകത്ത്. അപ്പൊ അത് നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ ഒബ്സർവ് ചെയ്താൽ വി ക്യാൻ സേ ഓൾ ദീസ് തിങ്സ്. നമ്മൾ ഈ പഠിച്ച എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പോൾ സ്റ്റെമ്മിന്റെ കേസാണ്. അപ്പൊ നമ്മൾ സ്റ്റെം ആണ് ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ അതിൽ നമ്മുടെ പ്രോട്ടോസൈലും മെറ്റാസൈലും അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടോസൈലം ഈ സെന്ററിനോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. പിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെന്ററിനെ, ഈ അറ്റത്തിനെ, ഈ നടുക്കിലുള്ള ഭാഗം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയുന്നത് കേട്ടോ. പിത്ത് സെന്റർ പോർഷനെയാണ് നമ്മൾ പിത്ത് എന്ന് പറയണത് കേട്ടോ ഷാഹിദേ. പിത്ത് എന്ന് പറയണത് ഈ സെന്റർ പോർഷനാണ്. അപ്പൊ ഈ പ്രോട്ടോസൈലം എങ്ങോട്ടാണ് ഇരിക്കുന്നത്? ഈ പിത്തിലേക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടുവാർഡ്സ് ദ പിത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ പിത്തിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ആരിയ്ക്കണേ? പ്രോട്ടോസൈലം ഇരിക്കുന്നത്. പിത്തിനോട് ചേർന്ന് പ്രോട്ടോസൈലം. അപ്പൊ മെറ്റാസൈലം എങ്ങനെയായിരിക്കും? മെറ്റാസൈലം? അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ലൈസ് ടുവാർഡ്സ് ദ പെരിഫറി. പെരിഫറി എന്ന് പറഞ്ഞ മക്കളെ പുറത്തേക്ക്. ഒരാള് അകത്തേക്ക് സെന്ററിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കണമെങ്കിൽ അപ്പുറത്തെ ആള് നേരെ പുറത്തേക്ക്. പെരിഫറി എന്ന് വെച്ചാൽ പുറത്ത്, ഔട്ട് എന്നുള്ള മീനിങ് ആണ്. പുറത്തേക്കാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് സ്റ്റെമ്മിൽ. അത് നിങ്ങൾ ഏത് പ്ലാന്റ്സിന്റെ സ്റ്റെം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ സ്റ്റെമ്മിൽ ഇങ്ങനെയാണ് പ്രോട്ടോസൈലവും മെറ്റാസൈലവും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാന്നറിയോ? അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ പേര് പറയും, എന്നിട്ട് അതിന്റെ സ്റ്റെം നിങ്ങൾക്ക് തന്നു, നിങ്ങൾ അത് ഒബ്സർവ് ചെയ്തു. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. എൻഡാർക്ക് അറേഞ്ച്മെന്റ് ആണ്. എന്താണെന്ന് അറിയണം കേട്ടോ. എൻഡാർക്ക് അറേഞ്ച്മെന്റ് എന്താണെന്ന് അറിയണം. എന്താ എൻഡാർക്ക് അറേഞ്ച്മെന്റ്? പ്രോട്ടോസൈലം പിത്തിലേക്കും അതുപോലെ തന്നെ മെറ്റാസൈലം പെരിഫറിയിലേക്കും. അതാണ് എന്ത്? എൻഡാർക്ക് കണ്ടീഷൻ. ഇത് ക്ലിയർ ആയോ? എൻഡാർക്ക് കണ്ടീഷൻ എന്താന്ന് ക്ലിയർ ആയോ? ഐശ്വര്യ, സച്ചിൻ, എൻഡാർക്ക് കണ്ടീഷൻ മനസ്സിലായോ? ഇനി ഇത് നിങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പഠിക്കാൻ എളുപ്പമാണ്. കാരണം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്തത്. അടുത്തതില് പ്രോട്ടോസൈലം ആണ് പുറത്തേക്ക്, നേരെ തല തിരിഞ്ഞു. നോക്കിക്കേ, ലൈസ് ടുവാർഡ്സ് പെരിഫറി. ഇവിടെ അത് എവിടെയാണെന്ന് അറിയോ? റൂട്ടില്. പ്ലാന്റ്സിന്റെ റൂട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ശരിക്കും എപ്പോഴാണ് നമുക്ക് യൂസ്ഫുൾ ആവണേന്ന് അറിയോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹയർ ക്ലാസ്സസിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു തണ്ട് തരും, ഇത്രയും പോകുന്നൊരു ചെറിയൊരു പീസ് തരും പ്ലാന്റിന്റെ. അത് സ്റ്റെം ആണോ റൂട്ടാണോ എന്ന് നോക്കിയാൽ മനസ്സിലാവില്ല. എന്നിട്ട് നമ്മൾ അത് സെക്ഷൻ എടുത്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പൊ എൻഡാർക്ക് ആണെന്ന് കണ്ടാൽ, എൻഡാർക്ക് അറേഞ്ച്മെന്റ് ആണെന്ന് വെച്ചാൽ അർത്ഥം എന്താ? നമുക്ക് തന്നിട്ടുള്ളത് ഒരു സ്റ്റെം ആണ്. എക്സാർക്ക് കണ്ടീഷൻ ആണ്, എക്സാർക്ക് അറേഞ്ച്മെന്റ് ആണെങ്കിൽ അതിനർത്ഥം എന്താ? നമുക്ക് തന്നിട്ടുള്ളത് ഒരു റൂട്ടാണ്. അങ്ങനെ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത് പഠിക്കണേ കേട്ടോ. അപ്പൊ ഇവിടെ എങ്ങനെയാ? റൂട്ടിനകത്ത് എങ്ങനെയാ? പ്രോട്ടോസൈലമാണ് പുറത്തേക്ക് വരുന്നത്. പ്രോട്ടോസൈലമാണ് പുറത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിത്ത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിത്ത് സെന്റർ പോർഷൻ ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോ മെറ്റാസൈലം എങ്ങോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? പറഞ്ഞേ അജയ്. മെറ്റാസൈലം എങ്ങോട്ടാ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ ഉണ്ടോ അജയ്? മെറ്റാസൈലം എങ്ങോട്ടാ അറേഞ്ച് ചെയ്തിരിക്കണേ? നമ്മുടെ പിത്തിന്റെ അടുത്തേക്ക്. ദ സെന്റർ, ടുവാർഡ്സ് ദി സെന്റർ. ഇതാണ് എക്സാർക്ക് കണ്ടീഷൻ. എക്സാർക്ക്. അപ്പൊ എൻഡാർക്ക് ഒരെണ്ണം നിങ്ങൾ ഫിക്സ് ചെയ്യുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ് എക്സാർക്ക് എന്ന് മനസ്സിലാക്കുക. ഈ സ്റ്റെമ്മും റൂട്ടും തലതിരിക്കരുത് കേട്ടോ. സ്റ്റെമ്മിലാണ് എപ്പോഴും എൻഡാർക്ക് ഉണ്ടാവുക. അത് ഏത് പ്ലാന്റ് ആണെങ്കിലും സ്റ്റെം എൻഡാർക്ക് ആണ്, അതിലൊരു മാറ്റവും ഇല്ല. അതുപോലെ ഏത് പ്ലാന്റിന്റെ റൂട്ട് തന്നാലും അത് എക്സാർക്ക് കണ്ടീഷൻ ആണ്, അതിലും ഒരു മാറ്റമില്ല കേട്ടോ ഹാദിയ. അപ്പൊ എന്ത് ചെയ്യാം? ഈ ടേബിൾ ഒന്ന് എഴുതിക്കേ വേഗം. ഈ ടേബിൾ ഒന്ന് എഴുതിയെടുത്തേ. ഇത് ടെക്സ്റ്റിനകത്ത് ഇല്ല, ടെക്സ്റ്റിനകത്ത് ഉണ്ട്, ഇങ്ങനെയല്ല കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് വേഗം ഒന്ന് എഴുതിയെടുത്തേ. എന്നിട്ട് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോട്ടിനകത്ത് എഴുതണം. ഞാൻ നോട്ട് അയക്കാൻ പറയും. അപ്പൊ അതുകൊണ്ട് നോട്ടിനകത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. ആരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്ന് പറയരുത് കുറെ കഴിയുമ്പോൾ.
ഓക്കെ ദേവപ്രിയ. എഴുതി കഴിഞ്ഞാൽ പറയണേ. ഓൾറെഡി എഴുതിയിട്ടുള്ളവരാണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു. യെസ്, സെറ്റ്. ഓക്കെ, ഇത് പഠിക്കണം കേട്ടോ. ഇത് ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതൊരു ചോദ്യം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് എൻഡാർക്ക് ആൻഡ് എക്സാർക്ക്. ഈസി ആയിട്ട് എഴുതാലോ. എക്സാർക്കും എൻഡാർക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ടേബിൾ നിങ്ങൾ നേരത്തെ കണ്ട ടേബിൾ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ടേബിൾ വരച്ച് വളരെ ഈസിലി നമുക്ക് എഴുതാം. എക്സാർക്കും എൻഡാർക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അടുത്ത ചോദ്യം നോക്ക്. ഇത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോഡൽ എക്സാമിന്, നിങ്ങളുടെ മോഡൽ എക്സാമിന് 2021 ചോദിച്ചതാണ്. റൈറ്റ് എനി 2 അനാട്ടമിക്കൽ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ആൻജിയോസ്പേം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. നമ്മളിപ്പോ പഠിച്ച ആ ഒരു ഫീച്ചർ വെച്ച് നിങ്ങൾക്ക് ഇത് എഴുതാം. എഴുതിക്കൂടെ? സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും മോർഫോളജിക്കൽ ഡിഫറൻസ് അല്ല ചോദിച്ചിട്ടുള്ളത്. മോർഫോളജി ആണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ പറയാം. റൂട്ടിന് റൂട്ട് ഹെയർ ഉണ്ട്, അങ്ങനെയാണ്. സ്റ്റെമ്മിനകത്ത് ബ്രാഞ്ച് ഉണ്ട്, ലീഫ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയാം. ഇവിടെ ചോദിച്ചത് അനാട്ടമിക്കൽ ഡിഫറൻസ് ആണ്. അപ്പൊ അത് നമ്മൾ സെക്ഷൻ എടുത്ത് കാണുമ്പോൾ ഉള്ള വ്യത്യാസമാണ് ചോദിക്കണേ. എന്തായിരിക്കും വ്യത്യാസം? സ്റ്റെമ്മിനാണെങ്കിൽ സൈലം എപ്പോഴും എൻഡാർക്ക് ആണ്. ഓക്കെ, സൈലം ഈസ് എൻഡാർക്ക് ഓൾവേസ്. റൂട്ട് ആണെങ്കിലോ സൈലം ഈസ് എക്സാർക്ക്. ഓക്കെ, അപ്പൊ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. അതാണ് ഞാൻ പറഞ്ഞ ടേബിൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഇത് പല രീതിയിൽ പല ഫോർമാറ്റിൽ പല ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നോട്ട് ഡൗൺ ചെയ്തോളൂ ആ ഒരു ഭാഗം. ഇനി വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ഇനി നമുക്ക് ഇല്ല, ഇനി നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പഠിക്കുക കേട്ടോ. യെസ്, ഇനി അടുത്തത് ഫ്ലോയും പിന്നെ നമുക്ക് വേണ്ട. ഇനിയാണ് നമ്മൾ ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ടിഷ്യൂ സിസ്റ്റം അടുത്ത ടോപ്പിക് ആണ്. ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് 3 ടിഷ്യൂ സിസ്റ്റംസ് ആണ് ഉള്ളത്. എപ്പിഡെർമൽ, ഗ്രൗണ്ട് ആൻഡ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഇതിനകത്ത് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ. ഇത് ഈ സ്റ്റൊമാറ്റ കാണുന്നത് നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിലാണ് ഈ സ്റ്റൊമാറ്റ കാണുന്നത്. എന്താ സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ? പറഞ്ഞേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലോവർ ക്ലാസ്സിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്താണ്. എന്താണ് ഫംഗ്ഷൻ? സ്റ്റൊമാറ്റ എന്താ ചെയ്യണേ പ്ലാന്റ്സില്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഷാഫിത്തെ? ഒരു ഐഡിയ ഇല്ല. സ്റ്റൊമാറ്റ ആദ്യമായിട്ടാണോ കേൾക്കണേ നിങ്ങള്? ആണോ? അല്ല. ഗ്യാസ് എക്സ്ചേഞ്ച് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം? സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ എന്താണ്? യെസ്, വൈഗ, വെരി ഗുഡ്. ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്കെ ദേവപ്രിയ, ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റൊമാറ്റയുടെ ഫംഗ്ഷൻ. ഓക്കെ, ഓക്കെ. അപ്പൊ സ്റ്റൊമാറ്റയുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. അതായത് നമുക്കറിയാം പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? ഏത് ഗ്യാസിനെയാണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. എന്നിട്ട് പുറത്തേക്ക് വിടുന്നത് ഓക്സിജനെയാണ്. ഇനി പ്ലാന്റ്സ് റെസ്പിറേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണേ? പ്ലാന്റ്സ് നമ്മളെ പോലെ ഓക്സിജനെ തന്നെയാണ് റെസ്പിറേറ്റ് ചെയ്യുന്ന, പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. അപ്പൊ ഈ ഗ്യാസസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഏത് വഴി കൂടെയാണ് പോകുന്നത്? ഈ സ്റ്റൊമാറ്റ വഴിയാണ് പോകുന്നത്. സോ ട്രാൻസ്പിരേഷൻ ഗ്യാസ് എക്സ്ചേഞ്ച് ഒരു ഫംഗ്ഷൻ ആണ്. അത് കൂടാതെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ എന്താന്ന് കേട്ടിട്ടുണ്ടോ? ട്രാൻസ്പിരേഷൻ ട്രാൻസ്പിരേഷൻ എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ?
വാട്ടർ ലോസ്. കേട്ടോ, വാട്ടർ ലോസ്. പ്ലാന്റ്സിന്റെ ബോഡിയിൽ എക്സസ് ആയിട്ടുള്ള വാട്ടർ പുറത്തു പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ ലോസ് എന്ന് പറയുന്നത്. ഐ മീൻ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പിരേഷൻ. ഓക്കെ, ഭാനുമതി ആസ്യരന്ധ്രം എന്നാണ് പറയാ കേട്ടോ. സ്റ്റൊമാറ്റോയുടെ മലയാളം ആസ്യരന്ധ്രം എന്നാണ്. ഓക്കെ, അപ്പൊ വാട്ടർ ലോസും വാട്ടർ ലോസിന് കാരണം അതാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്പിരേഷനും ഗ്യാസ് എക്സ്ചേഞ്ചും ആണ് മെയിൻ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ സ്റ്റൊമാറ്റോയുടെ. ഇനി സ്റ്റൊമാറ്റോയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എപ്പോഴെങ്കിലും ഒക്കെ സ്റ്റൊമാറ്റോ പഠിക്കാതെ പോവില്ല ബയോളജിയിൽ. സ്റ്റൊമാറ്റോ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ വരുമ്പോൾ 2 ബീൻ ഷേപ്പ്ഡ് സെല്ലുകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ബീൻ ഷേപ്പ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ഷേപ്പാണ് വേണ്ടത് കേട്ടോ. ബീൻ ഷേപ്പ് എന്ന് വെച്ചാൽ പയറുമണിയുടെ ഷേപ്പ് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് സ്റ്റൊമാറ്റോയുടെ ഷേപ്പ്. ഈ 2 സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. ഗാർഡ് സെൽസ്. ഇതിന്റെ സെൻട്രലിൽ നമുക്കൊരു ഓപ്പണിംഗ് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റൽ പോർ. പോർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഓപ്പണിംഗ്, അല്ലെങ്കിൽ മൈന്യൂട്ട്, വളരെ ചെറിയ ഓപ്പണിങ്ങിനെയാണ് പോർ എന്ന് വിളിക്കുക കേട്ടോ. മൈന്യൂട്ട് ഓപ്പണിങ്ങിനെയാണ് പോർ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കൂടെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഗ്യാസുകൾ ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ഒക്കെ ഈ പറയുന്ന ഓപ്പണിംഗ് വഴിയാണ്. അപ്പൊ സ്റ്റൊമാറ്റ എന്ന് പറയുമ്പോൾ അതിന് 2 ഗാർഡ് സെൽ ഉണ്ട്. ഏറ്റവും സെന്ററിലുള്ള ഒരു സ്റ്റൊമാറ്റൽ പോർ ഉണ്ട്. ഇനി അത് കൂടാതെ ഈ ഗാർഡ് സെൽസിന്റെ ചുറ്റുമായിട്ട് നമുക്ക് കുറച്ച് സെല്ലുകളെ കാണാൻ പറ്റും ഇങ്ങനെ. ആ സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്സിഡിയറി സെൽസ് എന്ന് പറയുന്നത്. സബ്സിഡിയറി സെൽസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്റ്റൊമാറ്റോയുടെ സ്ട്രക്ചർ കേട്ടോ. വളരെ എളുപ്പമാണ്. സ്റ്റൊമാറ്റോയുടെ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ക്വസ്റ്റ്യൻ. ഞാൻ തെളിവ് കാണിച്ചാലല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയാ തോന്നില്ലേ? ഇതാ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Stomata are small opening present in the epidermis of leaf. The stomata are bound by guard cells. Mention the role of guard cells in stomatal mechanism. സ്റ്റൊമാറ്റ എങ്ങനെയാണ് ഈ ഗാർഡ് സെൽസിന്റെ ഹെൽപ്പോട് കൂടെ വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എന്താണ് അതിന്റെ ആൻസർ? നോക്കിക്കേ. സ്റ്റൊമാറ്റയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഫസ്റ്റ് പറയുന്നു. ബീൻ ഷേപ്പ്ഡ് സെല്ലാണ് ഗാർഡ് സെൽസ് എന്ന് പറയുന്നു. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇപ്പോ പ്ലാന്റ്സിന് വാട്ടർ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. പ്ലാന്റ്സിന് ഉച്ചനേരമാണ്. ഉച്ചനേരത്ത് പ്ലാന്റ്സിന് വാട്ടറിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതേസമയം സൂര്യൻ ഇങ്ങനെ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. യെസ്, പറയാം മാരുതി. അപ്പൊ സൂര്യൻ നന്നായിട്ടുണ്ട്, നല്ല രീതിയിൽ സൺലൈറ്റ് അവിടെ കിട്ടുന്നുണ്ട്, നല്ല സൂര്യൻ, നല്ല വെയിലാണ്. പക്ഷെ വാട്ടർ അവൈലബിലിറ്റി പ്ലാന്റ്സിന് വളരെ കുറവാണ്. ആ സമയത്തും പക്ഷെ എന്ത് നടക്കും? ട്രാൻസ്പിരേഷൻ നമ്മുടെ പ്ലാന്റ്സിന്റെ ബോഡിയിൽ നടക്കും. അതായത് പ്ലാന്റ്സിന്റെ ബോഡിയിൽ നിന്ന് വാട്ടർ പുറത്ത് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് നല്ലതാണോ? നല്ലതാണോ ആദിത്യ? കാരണം അവർക്ക് വെള്ളം ഇല്ല, വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് അവരുടെ ബോഡിയിലുള്ള വെള്ളം കൂടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുക ത്രൂ ട്രാൻസ്പിരേഷൻ. അതൊരു നല്ല കാര്യമാണോ മെർലിനെ? അല്ല. ഇത് മൊത്തം പഠിക്കണോ? വേണ്ട ദേവപ്രിയ, കേട്ടോ. അപ്പൊ അതൊരു നല്ല കാര്യമല്ല. പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കരിഞ്ഞു പോകും. അപ്പൊ എന്തുകൊണ്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യണം? ഈ ട്രാൻസ്പിരേഷൻ നടക്കുന്നത് ഏതിലൂടെയാണ്? സ്റ്റൊമാറ്റോ വഴിയാണ്. അപ്പൊ മെല്ലെ ആരെന്ത് ചെയ്യും? ഈ ഗാർഡ് സെല്ലുകൾ ക്ലോസ് ആവും. നമ്മുടെ വീട്ടിൽ വാതിൽ തുറന്നടയുന്ന പോലെ സ്റ്റൊമാറ്റോ എന്ത് ചെയ്യുന്നു? ഈ ഗാർഡ് സെല്ലുകളെ അങ്ങോട്ട് അടയ്ക്കും, ക്ലോസ് ചെയ്യും. അങ്ങനെ വാട്ടർ ലോസ് അവിടെ സ്റ്റോപ്പ് ആവും. മനസ്സിലായോ? അതായത് നമ്മുടെ വീട്ടിലെ ഡോറ് പോലെ തന്നെ ആൾക്കാർ ആവശ്യമുള്ളപ്പോൾ തുറക്കുന്നു, അടയ്ക്കുന്നു. അതേ ഡ്യൂട്ടിയാണ് സ്റ്റൊമാറ്റോയിൽ ഗാർഡ് സെൽസ് ചെയ്യുന്നത്. ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ആവുന്നു, അല്ലാത്തപ്പോൾ അടയുന്നു. അപ്പൊ ആ ഒരു മെക്കാനിസം, ഗാർഡ് സെൽസ് അങ്ങനെ ഓപ്പൺ ആവുന്നു, ക്ലോസ് ആവുന്നു എന്നുള്ളൊരു കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? കറക്റ്റായിട്ട് പ്ലാന്റ്സിന്റെ ബോഡിയിൽ വാട്ടറിന്റെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ വാട്ടർ കാണുന്നത്. ഓക്കെ. അതുപോലെ ഈ ഗാർഡ് സെൽസിനകത്തും എന്തുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതുപോലെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ അനു? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? പറഞ്ഞേ, എന്താ നടക്കുക ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ? പറഞ്ഞേ, ക്ലോറോപ്ലാസ്റ്റ് എന്തിനാ പ്ലാന്റ്സിൽ കാണണേ? അശ്വജിത്തെ പറഞ്ഞേ, ക്ലോറോപ്ലാസ്റ്റിന്റെ റോൾ എന്താണ് പ്ലാന്റ്സില്? യെസ്, പിന്നെന്താ കമന്റ് ചെയ്യാത്തെ? ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ.
ഓക്കെ, അപ്പൊ അത് എവിടെ കാണുന്നുണ്ട്? നമ്മുടെ ഗാർഡ് സെല്ലിലും അത് പ്രസന്റ് ആണ്. അപ്പൊ ഗാർഡ് സെൽ മെയിൻ ആയിട്ട് ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രസൻസും ഉണ്ട്, അതേപോലെ ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഇത് രണ്ടും റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഗാർഡ് സെല്ലാണ്. പിന്നീട് നമുക്ക് പറയാനാണെങ്കിൽ എപ്പിഡാമസ്. നിങ്ങൾ എവിടെയെല്ലാം എപ്പിഡാമസ് എന്നുള്ള ഒരു വേർഡ് കേൾക്കുന്നുണ്ട്? നമ്മൾ എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റം ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എവിടെയൊക്കെ, വിശ്വദേവേ എങ്ങോട്ടാണ് പോകുന്നേ? എവിടെയൊക്കെ നമ്മൾ എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റം കണ്ടാലും എപ്പിഡാമിസ് എന്ന് പറയുന്നത് എവിടെയാ കാണുന്നത്? ഔട്ടർ ലെയറിലാണ് കാണുന്നത്. ഔട്ടർ ലെയർ. ആ പറഞ്ഞോ. ശരി, കുത്തിയിട്ടിട്ടൊന്നും ക്ലാസ് കേൾക്കാതിരിക്കുക കേട്ടോ. ചാർജാക്കി വെക്കുക ക്ലാസ് കയറുന്നതിന് മുന്നേ. പിന്നെ ചിലരുടെ ഫോൺ പെട്ടെന്നൊക്കെ ചാർജ് ഇറങ്ങി പോകും, നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ എപ്പിഡാമസ് എന്ന് പറയുന്നത് എപ്പോഴും സ്കിൻ, അതെ ആൽബിൻ, നമുക്ക് സ്കിൻ എന്ന് വേണേൽ പറയാം. അതായത് പുറമേ ഉള്ള ഔട്ടർ ലെയറിനെയാണ് നമ്മൾ എപ്പോഴും എപ്പിഡാമസ് എന്ന് പറയുന്നത്. എപ്പിഡാമസ് ആണ് തുടക്കം. എപ്പോഴും ഏതൊരു സെല്ല് നിങ്ങൾ എടുത്താലും ഏതൊരു ടിഷ്യൂ നിങ്ങൾ കൺസിഡർ ചെയ്താലും ഏറ്റവും പുറത്ത് നിങ്ങൾ വരയ്ക്കുന്നത് എപ്പിഡാമസ് ആയിരിക്കും. ഇനി അതിന്റെ പുറമെ, അപ്പൊ അതിന്റെ മുകളിൽ ഒരാളും കൂടി ഉണ്ട്. എപ്പിഡാമസിന്റെ മുകളിലായിട്ട് കാണുന്ന ഒരാളാണ് ക്യൂട്ടിക്കിൾ. ക്യൂട്ടിക്കിൾ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. എപ്പിഡാമസ് ഇസ് കവേർഡ് വിത്ത് വാക്സി. ക്യൂട്ടിക്കളുടെ പ്രത്യേകത ഭയങ്കര വാക്സി ആണ്. ഒരു തിക്ക് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ക്യൂട്ടിക്കിൾ കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ വരുന്നത് എപ്പിഡാമസ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ സെൽ സിസ്റ്റം, ടിഷ്യൂ സിസ്റ്റംസ് അങ്ങനെ വരികയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്. ഇതൊക്കെ വരയ്ക്കാൻ ഒക്കെ വരികയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വരയ്ക്കാൻ ഉണ്ടാവും റെക്കോർഡിനകത്ത്. അപ്പൊ ഈ പറയുന്ന ടിഷ്യൂസും എപ്പിഡാമസും ക്യൂട്ടിക്കിളും ഒക്കെ നമുക്ക് അവിടെ വരയ്ക്കാം. നിങ്ങൾ ആരെങ്കിലും ഇൻ ഫ്യൂച്ചർ ബോട്ടണി എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ആരെങ്കിലും? എവിടെ അല്ലേ? ഈ 2 വർഷം തന്നെ പഠിക്കണല്ലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് എല്ലാരും. നോ ചാൻസ്. അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരച്ചങ്ങോട്ട് നിങ്ങളുടെ ആഗ്രഹം അങ്ങോട്ട് പൂർത്തീകരിക്കാം. അത്രയും വരയ്ക്കാനുണ്ട് ഈ സെല്ലുകളും കാര്യങ്ങളൊക്കെ. അതിപ്പോൾ ബോട്ടണി അല്ല കേട്ടോ, സുവോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏത് നിങ്ങൾ ബാച്ചുലർ ഡിഗ്രി എടുക്കാൻ പോയാലും അതിനകത്തൊക്കെ നമുക്ക് റെക്കോർഡ് വർക്ക്സ് ഉണ്ട്. പക്ഷെ ഇത് ബോട്ടണിയുടെ ഒക്കെ പ്രത്യേകത ഭയങ്കര മൈന്യൂട്ട് ഡ്രോയിങ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുവോളജിയിൽ നമ്മളൊരു ഒരു പാറ്റേനെ വരച്ചു, അല്ലെങ്കിൽ ഒരു പല്ലീനെ വരച്ചു, അത് കുറച്ചുകൂടി വലുതാണ്, നമുക്ക് വരയ്ക്കാനൊരു സമാധാനം ഉണ്ടാവും. ഇതിലെങ്ങനെയാ സെൽസ് ഉണ്ടാവാന്ന് അറിയോ? കാണിച്ചു തരാം ഞാൻ. കണ്ടോ? ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. എങ്ങനെയുണ്ട്? കുനുകുനാന്ന് പറഞ്ഞിട്ടാണ് സെല്ലുകൾ. ഇതൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞു ആരും, പക്ഷെ ഞാൻ പറഞ്ഞതാണ്. വരയ്ക്കുന്ന സമയത്ത് ഇതിനകത്ത് ഓരോ സെല്ലിന്റെ ഷേപ്പ്, അതിന്റെ കാര്യങ്ങൾ അതൊന്നും മാറാൻ പാടില്ല. ആ സെല്ല് അങ്ങനെയാണല്ലോ അതിന്റെ ഷേപ്പ്, ടഫാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പൊ ഈ സെന്ററിൽ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിത്ത് എന്ന് പറയുന്നത് കേട്ടോ. പിത്ത്, ഇത് റൂട്ടിന്റെ TS ആണ്. TS എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് TS എന്നുള്ള വേർഡ് കാണും. TS എന്ന് പറയുന്നത് പോലെ ഡയഗ്രാംസിന്റെ ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ടാവും. TS എന്ന് പറയുന്നത് ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ ആണ്. അപ്പൊ ഡൈക്കോട്ട് റൂട്ടിന്റെ ഒരു സെക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ഇതിനകത്ത് ഏറ്റവും പുറമെ ആരാണ്? എപ്പിഡാമസ് ആണ്. പക്ഷെ റൂട്ടിൽ നമ്മൾ എപ്പിഡാമസിനെ എപ്പിബ്ലമ്മ എന്നാണ് പറയാ. എപ്പിബ്ലമ്മ എന്നാണ് പറയാ കേട്ടോ. 1 വേർഡ് മേ ബി ചോദിക്കാം. സ്റ്റെമ്മിൽ നമ്മൾ എപ്പിഡാമസ് ആണെങ്കിൽ റൂട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ എപ്പിബ്ലമ്മ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് കണ്ടോ, കോർട്ടെക്സ്, എൻഡോഡേമസ്, പിത്ത് ഏറ്റവും സെൻട്രൽ, അങ്ങനെ പല പല ടൈപ്പ് ഓഫ് സെൽസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ കാണിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കും വരയ്ക്കാനൊക്കെ വരുമ്പോൾ. നമുക്ക് ആ ഭാഗത്തുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് എപ്പിഡാമൽ അപ്പാൻഡേജസ്. അപ്പൊ എപ്പിഡാമസ് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം പഠിച്ചാൽ മതി. എപ്പിഡാമസിന്റെ മുകളിലായിട്ട് ഒരു ക്യൂട്ടിക്കിൾ ഉണ്ട്, വാക്സി കോട്ടിംഗ് ക്യൂട്ടിക്കിൾ ഉണ്ട്. എപ്പിഡാമസിലാണ് നമ്മുടെ സ്റ്റൊമാറ്റേനെ നമ്മൾ കാണുന്നത്. അതിന്റെ ഡയഗ്രാം അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചറും ഫീച്ചേഴ്സും നമ്മൾ പഠിക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പിഡാമൽ അപ്പാൻഡേജസ് ആണ്. അതായത് എപ്പിഡാമസുമായി ബന്ധപ്പെട്ട് ബാക്കി ആരെല്ലാം ഉണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അബ്ദുള്ളെ, ലേറ്റ് ആയോ ഒന്ന് ക്ലാസ്സിൽ കയറാൻ? ലിങ്ക് വാങ്ങിച്ച് കാണണം കേട്ടോ. ഓക്കെ, അപ്പോ എപ്പിഡാമൽ അപ്പാൻഡേജസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ റൂട്ട് ഹെയേഴ്സും ട്രൈക്കോംസും. റൂട്ടിലാണ് റൂട്ട് ഹെയേഴ്സ് കാണാം. അതിൽ ആർക്കും സംശയമില്ലല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. പക്ഷെ ഇതേപോലെ നമ്മുടെ സ്റ്റെമ്മിലും എന്ത് കാണുന്നുണ്ട്? ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈക്കോംസ്. ഇത് 1 വേർഡ് ആണ് കേട്ടോ. ഇത് 1 വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. റൂട്ടില് കാണുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് റൂട്ട് ഹെയേഴ്സ്, അതിൽ ആർക്കും സംശയമില്ല. അതേപോലെ കണ്ടോ, നോക്കിക്കേ, ചോദ്യം നോക്കിക്കേ. എപ്പിഡെർമൽ ഹെയേഴ്സ് ഓൺ ദ സ്റ്റെം ഓഫ് സർട്ടൈൻ പ്ലാന്റ്സ് ആർ കോൾഡ് ഡാഷ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞേ. എന്താണ് ഇതിന്റെ ആൻസർ? ട്രൈക്കോംസ് ആണ് അതിന്റെ ആൻസർ. ട്രൈക്കോംസ്.
അപ്പൊ സ്റ്റെമ്മിൽ കാണുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ് ട്രൈക്കോംസ്. റൂട്ടിൽ കാണുന്ന ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് റൂട്ട് ഹെയർസ് തന്നെയാണ്. ഓക്കെ. റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ എന്താണ്? അവർ യൂണിസെല്ലുലാർ ആണ്, ഒരൊറ്റ സെല്ല് മാത്രമേ അവർക്കുള്ളൂ. വാട്ടർ മിനറൽസിന്റെ ഒക്കെ എബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. ട്രൈക്കോംസ് അവർ അൺബ്രാഞ്ചഡ് ആണ്, മൾട്ടി സെല്ലുലാർ ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റൂട്ട് ഹെയർസ് ആൻഡ് ട്രൈക്കോംസ് എന്ന് ചോദ്യം വന്നാൽ നമുക്ക് എഴുതണം റൂട്ട് ഹെയർസ് എന്ന് പറയുമ്പോൾ റൂട്ടിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്, യൂണിസെല്ലുലാർ ആണ്, വാട്ടർ എബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ട്രൈക്കോംസ് എന്ന് പറയുന്നത് സ്റ്റെമ്മിലാണ് കാണുന്നത്, മൾട്ടി സെല്ലുലാർ ആണ്. മേ ബി ബ്രാഞ്ചഡ് ആവാം, അൺബ്രാഞ്ചഡ് ആവാം, സോഫ്റ്റ് ആവാം, സ്റ്റിഫ് ആവാം. പ്ലാന്റിന്റെ സ്പീഷീസ് അനുസരിച്ച് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് എടുത്തു. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതോ റിപ്പീറ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. പറഞ്ഞോ ആരതി. പറഞ്ഞോ. ടൊമാറ്റോ അല്ലേ? ഫിഗറുകൾ പറയാം. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കണേ കേട്ടോ. ആ സമയത്ത് പിന്നെ എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് അപ്പൊ പറയരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയൂ. ഉണ്ടോ? ആർക്കും ഇല്ല. സ്റ്റൊമാറ്റോ തന്നെയാണ് ഡൗട്ട്. എൻഡാർക്കും എക്സാർക്കും എന്താണ് ആദ്യ? പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ. എൻഡാർക്കും എക്സാർക്കും പറയാം. വേറെ ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടോ? സ്റ്റൊമാറ്റയും എൻഡാർക്കും എക്സാർക്കും ഇല്ലാതെ വേറെ ടോപ്പിക്സ് ഒന്നുമില്ല. ഓക്കെ ആണ്. അപ്പൊ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓൾറെഡി മനസ്സിലായിട്ടുള്ളവർ വേഗം ഇരുന്ന് പഠിച്ചോ. ഇന്നെടുത്ത അത്രയും പോർഷൻസ് വേഗം നോക്കിക്കോട്ടോ. ഓക്കെ. അപ്പൊ ഡൗട്ട് പറഞ്ഞവർ ഇവിടെ ശ്രദ്ധിക്കുക. സ്റ്റൊമാറ്റോയിൽ ഡൗട്ട് പറഞ്ഞവർ ശ്രദ്ധിക്കുക. ഇതാണ് സ്റ്റൊമാറ്റോയുടെ സ്ട്രക്ചർ. മെയിൻ ആയിട്ട് വരുന്നത് 2 പ്രധാനപ്പെട്ട സെല്ലുകളാണ് സ്റ്റൊമാറ്റയ്ക്ക് ഉള്ളത്. അതിനെ നമ്മൾ ഗാർഡ് സെൽസ് എന്നാണ് വിളിക്കുക. അതിന്റെ ഷേപ്പ് ബീൻ ഷേപ്പ് എന്നാണ് പറയാ. എന്ന് വെച്ചാൽ പയറുമണിയുടെ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ഇരിക്കുക. കിഡ്നി ഷേപ്പ്ഡ് എന്നൊക്കെ നമ്മൾ പണ്ട് ലോവർ ക്ലാസ്സസിലൊക്കെ പറഞ്ഞിരുന്നത് കിഡ്നി ഷേപ്പ്ഡ് എന്നാണ്. 9th പഠിക്കുന്ന സമയത്ത് കിഡ്നി ഷേപ്പ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ അതെന്തായി, കുറച്ചും കൂടെ ഒക്കെ മോഡിഫൈ ചെയ്ത് ബീൻ ഷേപ്പ്ഡ് എന്നാക്കിയിട്ടുണ്ട്. എന്തായാലും ഷേപ്പ് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. ഞാൻ ഇത്രയും വലിയ വരയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? എന്റെ വര കണ്ടില്ലേ? കുറേ റീഡ്രോ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നിങ്ങളിൽ വരയ്ക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ ക്ലാസ്സിൽ? ആരെങ്കിലും ഒക്കെ വരയ്ക്കാൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ബോട്ടണി എടുത്താൽ മതി. ആ താല്പര്യം അങ്ങോട്ട് തീരും. ഓക്കെ, നമുക്കിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട ഇഷ്ടമാണ്. ഐശ്വര്യക്കും ദേവപ്രിയക്കും ഇഷ്ടമാണ് വരയ്ക്കാൻ. ഓക്കെ. അപ്പൊ ക്യാമറ ഓഫ് ആക്കിയിരിക്കുന്നവരൊക്കെ വേഗം ഓൺ ചെയ്തത്. എന്താ അത് ഇത്രയും ക്യാമറ ഓഫ്? നടക്കില്ല കേട്ടോ. അനു, അതുപോലെ നൈല, ഫാത്തിമ, ബേസിൽ, നിങ്ങളൊന്നും ഇവിടെ ഇൻഫോം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഓൾറെഡി. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നല്ല ഇടിവിട്ട് മഴയാണെങ്കിലും ക്യാമറ ഓൺ ആക്കിയിരിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ക്യാമറ ഓഫ് ചെയ്യാം. പക്ഷെ അത് ഇവിടെ പറയണം, ഇവിടെ ഇൻഫോം ചെയ്യണം കേട്ടോ. നൈല, ഫാത്തിമ, നൈലയുടെ മുഖമേ ഞാനൊന്ന് കണ്ടിട്ടില്ല അന്നത്തെ ക്ലാസ്സിൽ. അതായത് ക്യാമറ ഓഫ് ആക്കി അവിടെ ഇരിക്കാം. അപ്പൊ നൈല അവിടെ ഉണ്ട്. നൈല എന്താ ക്യാമറ ഓഫ് ചെയ്യാത്ത? നൈല ഓക്കെ. അപ്പോ 2 പ്രധാനപ്പെട്ട സെല്ലുകളാണ് നമ്മുടെ സ്റ്റൊമാറ്റയ്ക്ക് ഉള്ളത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗാർഡ് സെൽസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ സെന്ററിൽ നമുക്ക് ഇതുപോലെ ഈ 2 ഗാർഡ് സെൽസിന്റെ നടുവിലായിട്ട് വി ക്യാൻ സേ an opening called stomatal pore. stomatal pore. ഈ പോർ എന്നുള്ള വേർഡ് മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി കേൾക്കും. പോർ എന്ന് പറഞ്ഞാൽ സ്മോൾ ഓപ്പണിങ്സ് എന്നാണ് അർത്ഥം. മൈന്യൂട്ട് ഓപ്പണിങ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വളരെ ചെറിയ ഹോൾസ്, അതിനെയാണ് പോൾസ് എന്ന് പറയാം. അത് എവിടെ പോൾസ് എന്ന് കണ്ടാലും അതിന്റെ മീനിങ് അങ്ങനെ തന്നെയാണ് കേട്ടോ.
ഇപ്പൊ രണ്ട് ഗാർഡ് സെൽസിന്റെ ഇടയിലായിട്ടുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ സ്റ്റൊമാറ്റൽ പോർ എന്ന് പറയുന്നത്. അതിലൂടെയാണ് ട്രാൻസ്പിരേഷനും ഗ്യാസ് എക്സ്ചേഞ്ചും ഒക്കെ നടക്കുക. ഇനി ഈ ഗാർഡ് സെൽസിന് ചുറ്റുമായിട്ട് നമുക്ക് കുറച്ചും കൂടെ വലിയ സെല്ലുകളെ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ സബ്സിഡിയറി സെൽസ് എന്ന് പറയുന്നത്. സബ്സിഡിയറി സെൽസ് ഒന്നുമില്ല, നമ്മുടെ ഗാർഡ് സെൽസിന് ചുറ്റും അതിന്റെ ഒരു പ്രൊട്ടക്ഷനും സ്ട്രെങ്ത്തും ഒക്കെ കൊടുത്തുകൊണ്ട് അതിന് ചുറ്റും ആരുണ്ട്? സബ്സിഡിയറി സെൽസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രക്ചർ. കിട്ടിയോ മെർലിനെ? സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ കിട്ടിയോ? ഫംഗ്ഷൻ മറക്കണ്ട, ഗ്യാസ് എക്സ്ചേഞ്ച്. അപ്പൊ നിങ്ങൾ ഒരെണ്ണം മാത്രം എഴുതി വെക്കരുത്, കാരണം നമ്മുടെ ആൻസർ കീയിൽ ചിലപ്പോൾ ഗ്യാസ് എക്സ്ചേഞ്ചും ഉണ്ടാവും, ട്രാൻസ്പിരേഷനും ഉണ്ടാവും. അപ്പൊ രണ്ടും നിങ്ങൾ എഴുതിക്കോ. നമുക്കറിയാലോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ആൻസർ കീ ഉണ്ടാവും. ആൻസർ കീയിൽ എന്താണോ കൊടുത്തിട്ടുള്ള ഉത്തരം അത് നിങ്ങൾ പേപ്പറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ, കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബയോളജിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതി, അല്ലേ? അല്ലാതെ വേറെ ഒരു വിശേഷം എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആൻസർ പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ അതുകൊണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എക്സാക്ട് പോയിന്റ് തന്നെ എഴുതാൻ നോക്കുക, കേട്ടോ. ഇനി എന്താ ഡൗട്ട് പറഞ്ഞത്? എൻഡാർക്കും എക്സാർക്കും ഡൗട്ട് പറഞ്ഞവരുണ്ട്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ഫോം ചെയ്യുന്ന പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഇപ്പോൾ പ്രൈമറി സൈലം ഫസ്റ്റ് ഫോം ചെയ്യുന്നു. ആദ്യം ഫോം ചെയ്യുന്ന പ്രൈമറി സൈലത്തെയാണ് നമ്മൾ പ്രോട്ടോസൈലം എന്ന് പറയുന്നത്. പ്രോട്ടോസൈലം പേര് പഠിക്കാം. അത് കഴിഞ്ഞ് ഈ പ്രോട്ടോസൈലം ഉണ്ടായി കഴിഞ്ഞ് പിന്നീട് ഉണ്ടാവുന്ന പ്രൈമറി സൈലമാണ് മെറ്റാസൈലം. മെറ്റാസൈലം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫോം ചെയ്യുന്ന പ്രൈമറി സൈലം പ്രോട്ടോസൈലമാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഉണ്ടാകുന്ന പ്രൈമറി സൈലത്തെയാണ് മെറ്റാസൈലം എന്ന് പറയുന്നത്. ഇനി ഈ പ്രോട്ടോസൈലവും മെറ്റാസൈലവും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു? പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിലും റൂട്ടിലും ഇവരെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, കേട്ടോ നൈല? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് ആദ്യം സ്റ്റെമ്മിന്റെ കേസ് എടുക്കാം. സ്റ്റെമ്മിന്റെ കേസ് പറയാനാണെങ്കിൽ നമ്മുടെ പ്രോട്ടോസൈലം നമ്മുടെ പിത്തിലേക്ക്, പിത്ത് എന്ന് പറയുന്നതാണ് സെന്റർ. അതിനെ നമ്മൾ പറയുന്ന എക്സാക്ട് സയന്റിഫിക് വേർഡ് എന്ന് പറയുന്നത് പിത്താണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോട്ടോസൈലം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പിത്തിലേക്ക് നേരെയാണ് ഇരിക്കുന്നത്. പിത്തിലേക്ക് ടുവേർഡ്സ് ദ പിത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിത്തിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മുടെ പ്രോട്ടോസൈലത്തിനെ എപ്പോഴും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഏത് സ്റ്റെം ആണെങ്കിലും അങ്ങനെയാണ്. അതേസമയം മെറ്റാസൈലം എങ്ങനെയായിരിക്കും? എവേ ഫ്രം ദ പിത്ത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ടുവേർഡ്സ് ദി പെരിഫറി. പെരിഫറി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എന്നാണ്, ഔട്ടർ എന്നാണ് മീനിങ്. അപ്പൊ പുറത്തേക്ക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് ആര് കാണിച്ചിട്ടുണ്ടാവുക? മെറ്റാസൈലം കാണിച്ചിട്ടുണ്ടാവുക. ഒരാള് സെന്ററിലേക്ക് വരുന്നു, ഒരാള് പുറത്തേക്ക് പോകണം. പ്രോട്ടോസൈലം സെന്ററിലേക്ക് ആണെങ്കിൽ മെറ്റാസൈലം പുറത്തേക്ക്. ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡാർക്ക് കണ്ടീഷൻ എന്ന് പറയുന്നത്. എൻഡാർക്ക് കണ്ടീഷൻ. എൻഡാർക്ക് കണ്ടീഷൻ ആരിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ? മെർലിനെ എന്താണ് അവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? എൻഡാർക്ക് കണ്ടീഷൻ എവിടെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ? സ്റ്റെമ്മിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. റൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എൻഡാർക്ക് കാണാൻ പറ്റുമോ? ഇല്ല. റൂട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന അറേഞ്ച്മെന്റ് ആണ് എക്സാർക്ക്. എക്സാർക്ക് എന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിത്ത് ഇവിടെ ഉണ്ട്. പിത്ത് അപ്പോഴിപ്പോഴും അവിടെ ഉണ്ട്. ഓക്കെ ഐശ്വര്യ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോട്ടോസൈലം എങ്ങോട്ടാ? പുറത്തേക്ക്. പുറത്തേക്ക്. ഇവിടെ സെന്ററിലേക്ക് വരുന്നത് ആരാണ്? മെറ്റയാണ് സെന്ററിലേക്ക് വരുന്നത്. മെറ്റാസൈലം കേട്ടോ, മെറ്റാന്ന് എഴുതി വെക്കരുത്. മെറ്റാസൈലമാണ് സെന്ററിലേക്ക്, ടുവേർഡ്സ് ദി സെന്റർ വരുന്നത്. പെരിഫറി പുറത്തേക്ക് പോകുന്നത് നമ്മുടെ പ്രോട്ടോസൈലമാണ്. ഇത് റൂട്ട്സിൽ, പ്ലാന്റ്സിന്റെ റൂട്ടിൽ കാണുന്ന അറേഞ്ച്മെന്റ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് എക്സാർക്ക്. ഇപ്പൊ ക്ലിയർ ആയോ? നേരത്തെ ഡൗട്ട്സ് പറഞ്ഞവർക്ക് എൻഡാർക്കും എക്സാർക്കും എന്താണെന്നുള്ളത് ഇത് പഠിക്കുക. കാണാതെ പഠിക്കുകയായിരിക്കും ബെറ്റർ. മനസ്സിലാക്കി പഠിക്കുന്നവർ അങ്ങനെ പഠിച്ചോട്ടോ. പക്ഷെ ഇത് ഒരെണ്ണം നിങ്ങൾ ഫിക്സ് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പൊ എൻഡാർക്ക് കറക്റ്റ് പഠിച്ചാൽ പിന്നെ മറ്റേതിൽ ഒരു ഡൗട്ടും ഇല്ല, കാരണം അത് നേരെ ഓപ്പോസിറ്റാ, അതിലൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പൊ അത് ചോദിക്കുന്നതാണ്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിനെ ബേസ് ചെയ്ത് കണ്ടു. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കുക. അപ്പൊ വേറെ ആർക്കും ഇനി ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ? അപ്പൊ നോക്കിക്കേ, സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള ജസ്റ്റ് ചേഞ്ചസ്. നേരത്തെ നമ്മളോട് ചോദിച്ചത് സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള അനാട്ടമിക്കൽ ഡിഫറൻസാ. ഇതെന്ത് ഡിഫറൻസാ? ഇത് അനാട്ടമിക്കൽ ഡിഫറൻസ് ആണോ? മിക്സ്ഡ് ആണ്. സ്റ്റെമ്മും റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. സ്റ്റെമ്മിന്റെ പ്രത്യേകത നോക്കിക്കേ, ട്രൈക്കോംസ് ഉണ്ട്, മൾട്ടി സെല്ലുലാർ ആണ്, ബ്രാഞ്ച്ഡ് ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്, ക്യൂട്ടിക്കിൾ പ്രസന്റ് ആണ്,
സ്റ്റൊമാറ്റ പ്രസന്റ് ആണ്. സ്റ്റെമ്മിൽ കേട്ടോ, സ്റ്റെമ്മിന്റെ പ്രത്യേകതകളാണ് ഇതെല്ലാം. അത് ഏത് പ്ലാന്റ് എടുത്താലും ഇത് കോമൺ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഇനി റൂട്ടിലേക്ക് പോവാണെങ്കിലോ, റൂട്ടിൽ ട്രൈക്കോംസ് ഉണ്ടോ? ഇല്ല, ട്രൈക്കോംസ് ആബ്സെന്റ്. പകരം അവരിൽ ആരാ കാണുന്നേ? റൂട്ട് ഹെയേഴ്സ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി ഈ റൂട്ട് ഹെയേഴ്സ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്, അൺബ്രാഞ്ചഡ് ആണ്. ഈ റൂട്ടിന് ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആണ്. വൈ പറഞ്ഞേ, എന്തുകൊണ്ടാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗം റൂട്ടിന് കാണാത്തത്? റൂട്ടിന് ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആണ്. എന്തായിരിക്കും റീസൺ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ക്യൂട്ടിക്കിൾ എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ വളരെ വാക്സി ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് ക്യൂട്ടിക്കിൾ എന്ന് പഠിച്ചു. റൂട്ടിന് പക്ഷെ അങ്ങനെ ഒരു ക്യൂട്ടിക്കിൾ കവറിംഗ് ഇല്ല. എന്തുകൊണ്ടായിരിക്കും ക്യൂട്ടിക്കിൾ കവറിംഗ് ഇല്ലാത്തേ? എന്തായിരിക്കും ആഗ്നസേ, ആൽബിൻ, ചിന്മയ, അബ്ദുൾ, ബേസിലെ? യെസ് ആൽബിൻ, വെരി ഗുഡ്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ചെയ്യാൻ പറ്റില്ല. എന്താണ് റൂട്ടിന്റെ ഫംഗ്ഷൻ? റൂട്ട് എന്താ ചെയ്യണേ? വാട്ടറിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണല്ലോ റൂട്ടിന്റെ ഫംഗ്ഷൻ. ആ റൂട്ടിന്റെ അവിടെ കൊണ്ടുപോയിട്ട് വളരെ ഇങ്ങനെ സീലടിച്ചു വെച്ച പോലെ നല്ല തിക്കായിട്ടുള്ള മെഴുകു പോലത്തെ ക്യൂട്ടിക്കിൾ അവിടെ ഉണ്ടെങ്കിലോ റൂട്ടിന് പിന്നെ എന്തെങ്കിലും അബ്സോർബ് ചെയ്യാൻ പറ്റുമോ ഫ്രം ദ സോയിൽ? പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആണ് റൂട്ടില്. എവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ? സ്റ്റെമ്മിൽ മാത്രമാണ് ക്യൂട്ടിക്കിൾ പ്രസന്റ് ആയിട്ടുള്ളത്. പിന്നെ സ്റ്റെമ്മിനകത്ത് റൂട്ടിനകത്ത് സ്റ്റൊമാറ്റി ഒന്നുമില്ല, സ്റ്റൊമാറ്റിയും ആബ്സെന്റ് ആണ്. റൂട്ട് ഹെയേഴ്സ് പ്രസന്റ് ആണ്. അപ്പൊ ഇത് ജനറൽ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെം ആൻഡ് റൂട്ട് ആണ്. നിങ്ങൾ ഇത് ചാപ്റ്റർ മൊത്തത്തിൽ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഡിഫറൻസുകൾ എഴുതാൻ പറ്റും. അത് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. യെസ് വിഷുദേവ്, ഒരു ബാരിയർ പോലെ ആവും അല്ലെ, ഒരു മെഴുക് കൊണ്ട് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഒരിക്കലും വാട്ടറിനകത്ത് കയറാൻ പറ്റില്ല, അവിടെ ഒരു തടസ്സം നിൽക്കും അല്ലെ. ഷിബിലിക്ക് നെറ്റ് ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നു. ആണോ ഷിബിലി? ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നു, ഇടയ്ക്ക് പോകുന്നു. അവിടെ ഉണ്ടോ ഷിബിലി? അവിടെ ഇരുന്നേ. നിങ്ങൾക്ക് മിസ്സായി കട്ടായി പോകുന്ന ഭാഗങ്ങൾ ലിങ്ക് വാങ്ങിച്ച് കാണണം കേട്ടോ. ആ ഭാഗം കട്ടായ ഭാഗം മാത്രം കണ്ടാൽ മതിയല്ലോ. ഓക്കെ. ഇനി ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണ്. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം അല്ലേ? ഓക്കെ, 1 മിനിറ്റ് കൂടെ കാണിക്കാം. അപ്പൊ ബ്രേക്ക് ഒരു 5 മിനിറ്റ്സ് ആണ് ബ്രേക്ക് കഴിഞ്ഞ് ആരും ക്യാമറ ഒന്ന് ഓഫാക്കി സൂമൊന്നും പോവണ്ട, ക്യാമറ ഒക്കെ അവിടെ ഇരുന്നോട്ടെ. നിങ്ങൾ പോയിട്ട് റിഫ്രഷ് ആയിട്ട് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ വരാം കേട്ടോ.
ഹലോ ഹലോ മക്കളെ, ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയോ? യെസ്. എല്ലാവരും വേഗം ക്യാമറ ഒക്കെ ഓൺ ചെയ്തേ. ബ്രേക്ക് എടുത്തോ? അത് അവിടെ തന്നെ ഇരുന്നോ പിന്നെയും ഫോൺ നോക്കിയിട്ട്? ബ്രേക്ക് തരുന്നത് കണ്ണൊക്കെ ഒന്ന് അടച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ കുടിച്ച് വരാനാണ്. ആ സമയത്ത് മൊബൈൽ നോക്കിയിരിക്കുകയാണോ? വേഗം വന്നേ എല്ലാവരും, ക്യാമറ ഒക്കെ ഓൺ ചെയ്തേ. വന്നു. യെസ്. എപ്പിഡാമൽ അപ്പാൻഡേജസിന്റെ സ്ലൈഡാണ് വേണ്ടത്. ഓക്കെ ഓക്കെ, ക്യാമറ ഓൺ ചെയ്ത് വെക്കാം. യെസ്, നമുക്കിനി വളരെ പെട്ടെന്ന് തന്നെ, യെസ് ആൽബിൻ, വളരെ അടുത്ത് തന്നെ നമുക്ക് ഇവിടെ 90+ നമ്മുടെ എക്സാംസ് ഒക്കെ തുടങ്ങും കേട്ടോ. റിട്ടേൺ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് എക്സാമും കാര്യങ്ങളും, ഒന്നിലധികം ചാപ്റ്റേഴ്സ് ഒരുമിച്ചൊക്കെ നമുക്ക് എക്സാം ഒക്കെ ഉണ്ടാവും. അപ്പോ സെറ്റാക്കി എടുക്കണം നമുക്ക് കേട്ടോ. ഓക്കെ, ക്യാമറ ഓൺ ചെയ്തേ. നാളെ ക്ലാസ് ഉണ്ട്. ആണോ ഐശ്വര്യ? നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ? എത്ര പേർക്കുണ്ട് നാളെ ക്ലാസ്? സ്കൂളിലത്തെ കാര്യമല്ലേ പറയണേ? ആ യെസ് യെസ്, നാളെയൊക്കെ ക്ലാസ് വെക്കാൻ പാടും അല്ലേ? നമുക്ക് ഫ്രീഡം കിട്ടിയ ദിവസല്ലേ. വേറെ ആർക്കും ഇല്ല? വേറെ ആരുടെ സ്കൂളിലും ഇല്ലല്ലോ ഈ ചതി? ഐശ്വര്യയുടെ സ്കൂളിൽ മാത്രമാണ്. ഓക്കെ ഓക്കെ, എനിക്കില്ല. ഓക്കെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോർഷൻസ് കംപ്ലീറ്റ് ആക്കാനാണ്. നമുക്ക് +2 അപേക്ഷിച്ച് +1 ചാപ്റ്റേഴ്സ് നമ്പർ കൂടുതലാണ് ബയോളജിയുടെ കേസിൽ കേട്ടോ. കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ബോട്ടണി മാത്രം ഒരു 9 ചാപ്റ്റർ ഉണ്ട്. സുവോളജിയും അതേ ലെവൽ തന്നെ ഉണ്ട്. അപ്പൊ അത്രയും ചാപ്റ്റർ നമ്മൾ എടുത്തു തീർക്കണം. അപ്പൊ അതുകൊണ്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ടുഡേ. ഓക്കെ, ട്യൂഷൻ ഉണ്ട് അശ്വജിത്തെ. ഫ്രീഡം കിട്ടിയ ദിവസമായിട്ട് നമുക്ക്, നിങ്ങളൊരു വൈകുന്നേരം ഒരു 7 മണി വരെ നിങ്ങൾ ഫ്രീഡം ആഘോഷിച്ചോ. 7:30 തൊട്ട് നമുക്ക് ട്യൂഷൻ ഉണ്ട്. പോരെ? അത്രയും സമയം പോരെ? ഏതാണ് ആ സ്കൂൾ എന്ന് ചോദിക്കണ്ടേ ഷാഹിദ്. ഓക്കെ, സോ എല്ലാവരും ഇനി ക്യാമറ ഓൺ ആക്കാൻ ഞാൻ വീണ്ടും കുറെ നേരം വിളിച്ച് പറഞ്ഞ് ക്യാമറ ഓൺ ആക്കിപ്പിച്ച് അപ്പോഴേക്കും 9 മണി 9:15 ആവൂലോ അല്ലേ? വേഗം ക്യാമറ ഒക്കെ ഓൺ ആക്കി വെച്ചേ. നമുക്ക് എക്സാം ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പാരൻകൈമ പഠിച്ചില്ലേ നേരത്തെ കുറച്ചു മുന്നേ? ജസ്റ്റ് പാരൻകൈമയുടെ വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രം നമ്മൾ നോക്കി. പാരൻകൈമയില് ഇത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ കേട്ടോ. പാരൻകൈമയിൽ തന്നെ നമ്മൾ ക്ലോറോഫിൽ പ്രസന്റ് ആണെങ്കിൽ എന്ന് കരുതി എല്ലാ പാരൻകൈമയിലും ക്ലോറോഫിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ജനറലൈസ് ചെയ്ത് ഒരിക്കലും പറയാൻ പറ്റില്ല. ദേവപ്രിയ, സെൽവകുമാറേ, യെസ് യെസ്, വരിക. ഹാദിയ, എല്ലാ പാരൻകൈമയിലും നമുക്ക് ക്ലോറോഫിൽ കാണാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ക്ലോറോഫിൽ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോറൻകൈമ. ഓക്കെ, ക്ലോറൻകൈമ എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പാരൻകൈമ തന്നെയാണ്. പക്ഷെ അതിനകത്ത് ക്ലോറോഫിൽ ഉണ്ടായിരിക്കും, ക്ലോറോഫിൽ പ്രസന്റ് ആയിരിക്കും. അതേപോലെ തന്നെ പാരൻകൈമയില് എയർ സ്പേസ് ഉണ്ടെങ്കിൽ എയർ സ്പേസ് എന്ന് പറയാം, അല്ലെങ്കിൽ എയർ ക്യാവിറ്റീസ് എന്ന് പറയാം. അറകള്, വായു അറകൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എയർ ക്യാവിറ്റീസ് പ്രസന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എയറൻകൈമ. ഇപ്പൊ പാരൻകൈമ തന്നെ 2 ഡിഫറെന്റ് ഫോർമാറ്റ്സിലുണ്ട്. ക്ലോറൻകൈമയും ഉണ്ട്, എയറൻകൈമയും ഉണ്ട്. ഈ എയറൻകൈമ ഏത് ടൈപ്പ് പ്ലാന്റ്സിലായിരിക്കും കാണുന്നുണ്ടാവാ? ഒന്ന് ഗസ് ചെയ്തേ. സാധാരണ നമ്മുടെ ചുറ്റും കാണുന്ന പ്ലാന്റ്സിൽ കാണോ? അത് ഏത് ടൈപ്പ് പ്ലാന്റ്സിലായിരിക്കും എയറൻകൈമയൊക്കെ കൂടുതൽ കാണുന്നത്? എയർ ക്യാവിറ്റീസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്നത് ഏത് ടൈപ്പ് പ്ലാന്റ്സിലായിരിക്കും? ഷാഹിദേ, ഏത് ടൈപ്പ് പ്ലാന്റ്സിനാ? ലോട്ടസ്. ലോട്ടസിന്റെ പ്രത്യേകത എന്താ? അത് വാട്ടർ പ്ലാന്റ് ആണ് അല്ലേ? അക്വാട്ടിക് ആണ്. വെരി ഗുഡ്. അക്വാട്ടിക് പ്ലാന്റ്സിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? എയർ സ്പേസ് കാണാൻ പറ്റുന്നത്, എയർ ക്യാവിറ്റീസ് കാണാൻ പറ്റുന്നത്. അപ്പൊ അവരെ നമ്മൾ വാട്ടർ പ്ലാന്റ്സ്. വെരി ഗുഡ് ആൽവിൻ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എയറൻകൈമ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പാരൻകൈമേനെ നമ്മൾ ശരിക്കും ആക്ച്വൽ പാരൻകൈമ എന്നല്ല പറയാ, അതിനെ നമ്മൾ എയറൻകൈമ എന്നാണ് പറയാ, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് എയർ ക്യാവിറ്റീസ്. ഓക്കെ, ദെൻ നമ്മൾ ഒരു നേരത്തെ ഞാനൊരു സെല്ലിന്റെ സ്ട്രക്ചർ കാണിച്ചു, സ്റ്റെമ്മിന്റെ ഒരു ട്രാൻസ്ഫേഴ്സ് സെക്ഷൻ കാണിച്ചു തന്നുവല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു സെക്ഷൻ ആയിട്ട് പല സെല്ലുകളെ പല പേരുകളിട്ട് നമുക്ക് പറയാം. അതിനകത്ത് വരുന്ന ആൾക്കാരാണ് ഈ ഹൈപ്പോഡേമസ്, കോർടെക്സ്, അതുപോലെ പെരിസൈക്കിള്, പിത്ത്, അതുപോലെ മെഡുലറി റേസ് ഒക്കെ നമുക്ക് അതിനകത്ത് വരുന്നതാണ്. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം പഠിച്ചിട്ട് അതിലേക്ക് പോവാം കേട്ടോ. ദാറ്റ് ഈസ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം.
വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? നമ്മൾ ഇതുവരെ പഠിച്ച വല്ല ടിഷ്യൂ സിസ്റ്റം ആയിട്ടോ അല്ലെങ്കിൽ വല്ല സെല്ലുകളായിട്ടോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിന്? ഉണ്ട്. ഈ സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കിയാൽ കിട്ടും. അല്ലേ വിശ്വദേവേ? ചാർജ് ആയോ ഫോൺ? എന്താണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച സൈലവും ഫ്ലോയവും അതിനെയാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. കേട്ടോ? നിങ്ങൾ വേറെ പുതിയ എന്തോ ഒരു ടിഷ്യൂ ആണ്, പുതിയ എന്തോ സിസ്റ്റം ആണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ ഓൾറെഡി പഠിച്ച സൈലത്തിനെയും ഫ്ലോയത്തിനെയും ചേർത്താണ് നമ്മൾ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് അങ്ങനെ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്നൊക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട. അത് നമ്മുടെ സൈലം ഫ്ലോയം തന്നെയാണ് അതിനകത്ത് വരുന്നത്. സൈലത്തിന്റെ കാര്യം ഓൾറെഡി മെൻഷൻ ചെയ്തു. കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആണ്. ഫ്ലോയം ഫുഡ് മെറ്റീരിയൽസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇനി ഈ വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എല്ലാ പ്ലാന്റ്സിലും കാണാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽഗയിലും അതുപോലെ നമ്മൾ പഠിച്ച ബ്രയോഫൈറ്റ്സിലും ടെറിഡോഫൈറ്റ്സിലും ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലും എല്ലാത്തിലും നമുക്ക് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം കാണാൻ പറ്റുമോ? നമ്മൾ പഠിച്ചതാണ് ഈ കാര്യം. നമ്മൾ അവിടെയും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റ് കിങ്ഡം ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം അവർക്ക് എല്ലാവർക്കും പ്രസന്റ് ആണോ? ഹാദിയ ആണോ? ഫാത്തിമ സന ആണോ? അല്ല മക്കളെ, ടെറിഡോഫൈറ്റ്സ് മുതൽ മാത്രമാണ് വാസ്കുലാർ ടിഷ്യൂസ് കാണാൻ തുടങ്ങിയിട്ടുള്ളത് പ്ലാന്റ്സിൽ. അതിനു മുൻപ് വരെ ഉണ്ടായിരുന്ന ആൽഗേസില് സൈലം ഫ്ലോയം ഇല്ല. ബ്രയോഫൈറ്റ്സില് സൈലം ഫ്ലോയം ഇല്ല. സൈലം ഫ്ലോയം ഇല്ല എന്ന് വെച്ചാൽ അതിനർത്ഥം വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഇല്ല. ടെറിഡോഫൈറ്റ്സുകൾ മുതലാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം കണ്ടു തുടങ്ങിയത്, പ്രസന്റ് ആയി തുടങ്ങിയത്. അതെന്തായിരിക്കും? അതിന്റെ റീസൺ എന്താ? അതിന്റെ കാരണം എന്തായിരിക്കും? ഷാഫിത്തെ ആ വഴിക്ക് പോയോ? ഷാഫിത്ത്, എന്തായിരിക്കും അതിന്റെ കാരണം? ആൽഗയിലും റയോഫൈറ്റ്സിലും ഒന്നും നമ്മുടെ സൈലവും ഫ്ലോയും കാണുന്നില്ല. വൈ? എന്തായിരിക്കും? ഒരു കാരണേ ഉള്ളൂ. ഈ ആൽഗെ എന്ന് പറയുന്നത്, ബ്രയോഫൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അല്ലെ? അവർക്ക് വലിയ കോംപ്ലക്സ് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾ പഠിച്ചോ? വല്ലതും പഠിച്ചോ? ആൽഗേനെ പറ്റി പഠിച്ചപ്പോ എന്താ പഠിച്ചത്? ജസ്റ്റ് ഒരു ബേസൽ ബോഡി ഉണ്ട് അതിന്, അത്രേ ഉള്ളൂ. അല്ലാതെ അനാട്ടമിയിൽ നമുക്ക് വേറെ ഒന്നും പഠിക്കാനില്ല. ബ്രയോഫൈറ്റ്സും അങ്ങനെ തന്നെ. അവരുടെ ഡിഫറെന്റ് കാറ്റഗറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ബോഡി നിങ്ങൾ സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ സൈലവും ഫ്ലോയും ഒക്കെ നമുക്ക് കാണാൻ തുടങ്ങുന്നത് ടെറിഡോഫൈറ്റ്സ് മുതലാണ്. ബ്രയോ ആൽഗി അതിനകത്തൊന്നും എന്തില്ല, നമ്മുടെ വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല, ആബ്സെന്റ് ആണ്. ഇനി ഈ പറയുന്ന വാസ്കുലാർ ടിഷ്യൂ, അതായത് നമ്മുടെ സൈലവും ഫ്ലോയവും, അതിന്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിലൊന്നാണ് റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. അതായത് ഇങ്ങനെയാണ് ആ ബണ്ടിൽ ഉണ്ടാവുക. ഇതാണ് ബണ്ടിൽ. ഇതിനകത്ത് സൈലം അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഫ്ലോയം അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിന്റെ ഇടയിലും നമുക്ക് വേറെ വേറെ പേരുകളുള്ള സെല്ലുകളൊക്കെ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് സൈലം ഫ്ലോയും അറേഞ്ച്മെന്റ്. അപ്പൊ ഈ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നമ്മൾ അതിനിങ്ങനെ ഒരു ബണ്ടിൽ ഷേപ്പിലാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുക. ഒരു ബണ്ടിൽ ഷേപ്പിലാണ് അതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. അത് ഒരു പ്ലാന്റിന്റെ കേസ് അല്ല പറയുന്നത്, എല്ലാ പ്ലാന്റ്സിലും ഇങ്ങനെയാണ്, ഒരു ബണ്ടിൽ ഷേപ്പ് ആയിട്ടാണ് അതിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടാവുക. ദാറ്റ്സ് വൈ ദേ കോൾഡ് വാസ്കുലാർ ബണ്ടിൽ. ബണ്ടിലായിട്ടാണ് നമുക്ക് ഇവരെ പ്ലാന്റ്സിൽ കാണാൻ പറ്റുക. സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബണ്ടിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് സൈലവും ഫ്ലോയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. എപ്പോഴും സൈലം ഇങ്ങനെ അപ്പറിൽ വരണം എന്നില്ല, ഫ്ലോയം ലോവറിൽ വരണം എന്നില്ല. ഫ്ലോയം നേരെ മുകളിൽ വരാം, സൈലം താഴെ വരാം. പല രീതിയിലും ഈ ബണ്ടിൽസിന്റെ അകത്ത് സൈലത്തിനെയും ഫ്ലോയത്തിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അക്കോർഡിംഗ് ടു ദ സ്പീഷീസ് അത് ഡിഫറെന്റ് ആയിരിക്കും. പല സ്പീഷീസിലും പല രീതിയിലായിരിക്കും സൈലം ഫ്ലോയം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ അതിനകത്ത് ഒരു ടൈപ്പാണ് നമ്മൾ പറയുന്നത് റേഡിയൽ വാസ്കുലാർ ടൈപ്പ്. റേഡിയൽ വാസ്കുലാർ ടൈപ്പ്, അതായത് ഈ ബണ്ടിൽസിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഇതിലെങ്ങനെയാണ് ബണ്ടിൽസ് അറേഞ്ച് ചെയ്തിരിക്കണേന്ന് അറിയോ? ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ റേഡിയസില് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു സൈലം ബണ്ടില് പിന്നെ ഫ്ലോയം ബണ്ടിൽ, ഒരു സൈലം ബണ്ടില് ഒരു ഫ്ലോയം ബണ്ടിൽ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈലവും ഫ്ലോയവും ഒരൊറ്റ റേഡിയസ്, കണ്ടോ? ഒരെണ്ണം ഇവിടെ, അതിന് പുറത്തു കൂടെ വേറൊരെണ്ണം, അങ്ങനെയൊന്നുമല്ല. ഒരൊറ്റ സെയിം റേഡിയസിലാണ് ഇവിടെ സൈലവും ഫ്ലോയവും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ബണ്ടിൽസ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. ഓക്കെ,
ഇതിന്റെ പേര് പഠിക്കണം, കാരണം ഇത് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. ഐഡന്റിഫൈ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഡയഗ്രാംസ് എല്ലാം നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് വേണം പോവാൻ. കാരണം ഞാനിത് ഓൾറെഡി എപ്പോഴോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്കിന് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. ബയോളജിയിൽ അങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു ഫിസിക്സിലൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഇത്ര മാർക്കിന് നിർബന്ധമായിട്ടും ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ഉറപ്പുള്ള കാര്യം നമുക്ക് പഠിച്ചു പോകാലോ. അപ്പൊ ഡയഗ്രാംസ് എല്ലാം നോക്കിയിട്ട് വേണം പോവാൻ. ഐഡന്റിഫൈ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കിട്ടണം. പക്ഷെ ഇതുപോലെ കളർഫുൾ ഡയഗ്രാംസ് ഒന്നും ആവില്ല. ഇതേപോലെ എങ്ങനെയായിരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആണ് ഉണ്ടാവുക, പക്ഷെ കണ്ടാലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഡയഗ്രാംസ് പഠിക്കാം. വന്നിരുന്നു ശിവാനി. ഓക്കെ, നമ്മള് വാസ്കുലാർ ബണ്ടിൽസിന്റെ അറേഞ്ച്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ശിവാനി. ഇനി വേറൊരു ടൈപ്പാണ് കൺജോയിന്റ് ടൈപ്പ്. അപ്പൊ ആദ്യം നമ്മൾ റേഡിയൽ ടൈപ്പ് ആണ്. റേഡിയൽ ടൈപ്പിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. ഒന്ന്, ഒരേ റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സൈലവും ഫ്ലോയവും ഒരേ റേഡിയസിലാണ് അറേഞ്ച് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, സൈലം ബണ്ടിൽ കഴിഞ്ഞാൽ ഫ്ലോയം ബണ്ടിൽ, പിന്നെ വീണ്ടും സൈലം ബണ്ടിൽ, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അറിയാം. ആ 2 പോയിന്റ് മാത്രം നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. കൺജോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? സൈലം ആൻഡ് ഫ്ലോയം ജോയിന്റ്ലി സിറ്റുവേറ്റഡ് അലോങ് ദ സെയിം റേഡിയസ്. സ്റ്റെമ്മിലൊക്കെയാണ് കോമൺ. കണ്ട, സൈലവും ഫ്ലോയും എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരേ റിങ്ങില് സെയിം റേഡിയസില് ജോയിന്റ് ആയിട്ടാണ് കാണുന്നത്. അല്ല സൈലം വേറെ ഫ്ലോയം വേറെ, ഇത് സൈലം ഇത് ഫ്ലോയം, അങ്ങനെ സെപ്പറേറ്റ് അല്ല, ഒരേ റേഡിയസ് തന്നെ, പക്ഷെ ഒരൊറ്റ ബണ്ടിൽ. ഇതിനകത്ത് സൈലവും ഫ്ലോയും ഉണ്ടാവും. അതിനെയാണ് കൺജോയന്റ്. ജോയിന്റ് ആണ്, സൈലവും ഫ്ലോയവും ജോയിന്റ് ആയിട്ട് ഒരൊറ്റ റേഡിയസിനകത്ത് കാണുന്നു. അതാണ് കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ബണ്ടിലാണ് കാണുക, അതിനുള്ളിലാണ് സൈലം ഫ്ലോയം ഉണ്ടാവുക. നേരത്തെ നമ്മൾ അങ്ങനെയല്ല പഠിച്ചത്. നേരത്തെ പഠിച്ചത് ഇതൊരു സൈലം ബണ്ടില്, ഇത് ഫ്ലോയം ബണ്ടില്, പിന്നെ സൈലം, അങ്ങനെയായിരുന്നു. ഇവിടെ എങ്ങനെയാണ്? ഇത് രണ്ടും കൂടെ ഒരൊറ്റ ബണ്ടിലാവാണ്. എന്നിട്ട് അതിനകത്ത് സൈലവും ഫ്ലോയും, അത് പക്ഷെ ഒരേ റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതാണ് കൺജോയന്റ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ, അതേപോലെ കൺജോയിന്റ് വാസ്കുലാർ ബണ്ടിൽ. അല്ലെ ഷാഫിത്തെ? കിട്ടിയോ ഈ 2 കിട്ടിയോ? കിട്ടിയിട്ടില്ലെങ്കിൽ പറയണം. റേഡിയൽ കിട്ടിയോ ചിന്മയ? റേഡിയൽ വാസ്കുലാർ ബണ്ടിലും കൺജോയന്റ് വാസ്കുലാർ ബണ്ടിലും. ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടേമും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ ആൻഡ് ക്ലോസ്ഡ്. ഒന്നുമില്ല, വളരെ ചെറിയൊരു വ്യത്യാസത്തിന്റെ പേരിലാണ് നമ്മൾ ഇവരെ ഓപ്പൺ ആൻഡ് ക്ലോസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇവരില്ല. അതായത് ഓപ്പൺ എന്ന് പറഞ്ഞാൽ കാമ്പിയം പ്രസന്റ് ആണെങ്കിൽ, അപ്പൊ കാമ്പിയം എന്താണെന്നൊരു ഡൗട്ട് നമുക്ക് വരും അല്ലെ. കാമ്പിയം എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. കാമ്പിയം എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്. ഇത് എല്ലാ പ്ലാന്റ്സിലും കാണോ? ഇല്ല. കാമ്പിയം കാണുന്ന പ്ലാന്റ്സിന്റെ പ്രത്യേകത, ആ പ്ലാന്റ്സ് സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പൊ നമ്മുടെ കേസാണെങ്കിൽ നമ്മളൊരു 15 വയസ്സ് വരെയൊക്കെ നമ്മുടെ പ്രൈമറി ഗ്രോത്ത് സ്റ്റേജ് ആണ്. 15 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സെക്കൻഡ് ലെവലാണ് അല്ലെ. ഒരു 25, 30, 35 വരെ. 35-ന് ശേഷം എന്താണ്? ടെറിഷറി. അങ്ങനെ നമുക്ക് അതിനെ ഫേസസ് ആക്കി മാറ്റാം. അതുപോലെ തന്നെ പ്ലാന്റ്സിനും ഉണ്ട്. പ്ലാന്റ്സിന്റെ ഒരു പ്രൈമറി സ്റ്റേജ് കഴിഞ്ഞാൽ അവര് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കും. അപ്പൊ അവരിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടാവും, കൂടുതൽ വേറെ ടിഷ്യൂ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന ഒരാളാണ് ഈ കാമ്പിയം എന്ന് പറയുന്നത്. അപ്പൊ കാമ്പിയം എല്ലാ പ്ലാന്റ്സിലും അപ്പൊ ഉണ്ടായിരിക്കോ ദേവപ്രിയ? എല്ലാ പ്ലാന്റ്സിലും കാമ്പിയം ഉണ്ടാവോ? അപ്പോ ഇല്ല. സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്ന എന്ന് പറയുമ്പോൾ അത് ആരൊക്കെ ആയിരിക്കും? നല്ല വുഡൻ ആയിട്ടുള്ള വലിയ വൻമരങ്ങളൊക്കെ ഇല്ലേ, തേക്ക്, ഈട്ടി, അങ്ങനെയൊക്കെ വലിയ മരങ്ങൾ, അവരൊക്കെ സെക്കൻഡറി ഗ്രോത്തും അതിന്റെ അപ്പുറത്തെ ഗ്രോത്ത് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാ. അങ്ങനെയുള്ള പ്ലാന്റ്സിലാണ് ആരുണ്ടാവുക? കാമ്പിയം ഉണ്ടാവുക. അല്ലാതെ നമ്മുടെ ചുറ്റും കാണുന്ന ചെറിയ ഇപ്പോ നമ്മുടെ ഹിബിസ്കസ്, എന്താണ് നമ്മുടെ ചെമ്പരത്തി, അതിനകത്ത് ഉണ്ടാവോ സെക്കൻഡറി ഗ്രോത്ത്? കാമ്പിയം കാണാൻ പറ്റുമോ അതിനകത്ത്? സിമ്പിൾ ചെടിയാണ്, പ്രൈമറി ഗ്രോത്ത് തന്നെ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാത്തിലും കാമ്പിയം പ്രസന്റ് അല്ല. കാമ്പിയം കാണുന്നത് എപ്പോഴും എവിടെയാണ്? സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്ന പ്ലാന്റ്സിനാണ് കാമ്പിയം പ്രസന്റ് ആവുക. അപ്പൊ കാമ്പിയം ഉണ്ടെങ്കിൽ, കാമ്പിയം പ്രസന്റ് ആണെങ്കിൽ അതിനർത്ഥം അത് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാണ്. അതായത് എവിടെയാണ് കാമ്പിയം കാണാന്നറിയോ? ഇത് സൈലട്ടോ, സൈലം സെല്ലുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിന്റെ നടുവിലാണ് ഇതുപോലെ കാമ്പിയം ഉണ്ടാവുക. അത് കഴിഞ്ഞതിന്റെ താഴെ ഫ്ലോയം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാട്ടോ. ഈ സൈലം മുകളിലുള്ളത് താഴേക്ക് വരാം, ഫ്ലോയം മുകളിലേക്ക് വരാം, അത് വ്യത്യാസപ്പെടാം. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ബിറ്റ്വീൻ സൈലം ആൻഡ് ഫ്ലോയം there is a meristematic cells called cambium.
അപ്പൊ വാസ്കുലാർ ബണ്ടിൽ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് നടുവിൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ നിങ്ങൾ കാമ്പിയം കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഓപ്പൺ വാസ്കുലാർ ബണ്ടിലാ. ഓപ്പൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സെക്കൻഡറി ഗ്രോത്തിലേക്ക് ഓപ്പൺ ആണത്. അടുത്ത ഘട്ടത്തിലേക്ക് വളരാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണത്, ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. ഇനി അതേസമയം ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും നടുവില് ഇടയിലായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റുന്നില്ല? കാമ്പിയത്തിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിലോ അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. കാരണം ക്ലോസ്ഡ് ആയി, പ്രൈമറി ഗ്രോത്തോടുകൂടെ കഴിഞ്ഞു, സെക്കൻഡറി ഇല്ല, ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ. ചിന്മയ എന്ത് പറ്റി? അവിടെ ഉണ്ടോ? ആ ശിവാനി, വിസ്മയ, കുറെ പേര് മിസ്സിംഗ് ആണ്. ഷിബിലി, നൈല. ഓക്കെ, സോ ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ കാമ്പിയം ഇല്ല. കാമ്പിയം ആബ്സെന്റ് ആണെങ്കിൽ എന്താണ് അജയ്? അത് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലാണ്. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ കാമ്പിയം ഉണ്ട്, കാമ്പിയം പ്രസന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടേബിൾ ഒന്ന് വരച്ചേ മക്കൾ. ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തൊന്നും ഇല്ല, പഠിക്കാൻ എളുപ്പത്തിന് ടേബിൾ ആക്കിയതാണ്. അപ്പൊ ഇത് പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഇതൊന്ന് വരച്ചെടുത്തേ, വേഗം നോട്ടിലൊന്ന് നോട്ട് ഡൗൺ ചെയ്തേ. നിങ്ങൾക്ക് ഇങ്ങനെ ടേബിൾ ആക്കി കൊണ്ടുവരണോ അതോ ടെക്സ്റ്റ് നോക്കി നിങ്ങൾ അങ്ങനെ പഠിക്കോ? എന്താ വേണ്ടേ? ടേബിൾ ആക്കുവാണെങ്കിൽ തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ ഇങ്ങനെ ഡിഫറൻസ് ആയിട്ട് വേഗം പഠിച്ചു തീരും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കിയിരിക്കണം. ബെറ്റർ. ഓക്കെ ഹാദിയ, ടേബിൾ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഇയേഴ്സും ടേബിൾ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് വേറെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ മാറ്റി ചെയ്യാം കേട്ടോ. ടേബിൾ മതി. ഓക്കെ, അപ്പൊ ഇതൊന്ന് എഴുതിയെടുത്തോളൂ. അതിന് എക്സാമ്പിളും പറയുന്നുണ്ട്. ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുമ്പോൾ സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നതാണ്. എക്സാമ്പിൾ ഡൈക്കോട്ട് സ്റ്റെംസ് ആണ്. ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ കാണിക്കുന്നത് മോണോകോട്ട് സ്റ്റെംസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്രാസ്, പുല്ലിന് എന്തെങ്കിലും സെക്കൻഡറി ഗ്രോത്ത് വരാൻ വല്ല ചാൻസ് ഉണ്ടോ? പുല്ല് എപ്പോഴും പ്രൈമറി ആണ്, അതിനുള്ള ഗ്രോത്തേ ഉള്ളൂ. പുല്ല് എപ്പോഴെങ്കിലും വലിയ മരമായിട്ട് വളർന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഗ്രാസസ് ഒക്കെ അത്രയേ ഉള്ളൂ അതിന്റെ ഗ്രോത്ത്, പ്രൈമറി ഗ്രോത്ത് മാത്രമാണ് അതിന് വരുന്നത്. അപ്പൊ അത് എക്സാമ്പിൾസും കൂടെ നോക്കുക കേട്ടോ. ഇനി ഡൈക്കോട്ട് സ്റ്റെമ്മിലാണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ എല്ലാ ഡൈക്കോട്ട് സ്റ്റെമ്മിലും സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അതുപോലെ മോണോകോട്ട് സ്റ്റെം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുവെങ്കിലും നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. എല്ലാ മോണോകോട്ട് സ്റ്റെമ്മിലും ക്ലോസ്ഡ് എന്ന് വെച്ചാൽ സെക്കൻഡറി ഗ്രോത്ത് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എഴുതി കഴിഞ്ഞാൽ പറയണം കേട്ടോ. എഴുതിയോ സെൽവകുമാറേ, അബ്ദുളെ, ഷിബിലി? കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മാറ്റിക്കോട്ടെ. കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇനി? വേഗം എഴുതിക്കോളൂ. ഇത് പഠിക്കണം കേട്ടോ. ഓപ്പൺ വാസ്കുലാർ ബണ്ടിലും ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിലും എല്ലാം ഞാൻ ടേബിൾ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സ്റ്റെമ്മും റൂട്ടിന്റെ ഡിഫറൻസ് ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ മെയിൻ ആയിട്ടും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഡൺ അല്ലേ? കാമ്പിയം എന്താണെന്ന് കണ്ടു. കൺജോയിന്റ്, ഇനി കൺജോയിന്റിൽ തന്നെ ക്ലോസ്ഡ് ഉണ്ട്, കൺജോയിന്റിൽ തന്നെ ഓപ്പൺ ഉണ്ട്. അപ്പൊ ആദ്യം എന്താണ് കൺജോയിന്റ് എന്ന് അറിയണം. കൺജോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരൊറ്റ ബണ്ടിലിൽ തന്നെ സൈലം ഫ്ലോയം കാണുന്നു, അതാണ് കൺജോയിന്റ്. അതിൽ തന്നെ ക്ലോസ്ഡ് ഉണ്ട്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വേഗം പറഞ്ഞോ. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാമ്പിയം ഉണ്ടോ ഇല്ലയോ സച്ചിനെ? അതുപോലെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്?
മെർലിൻ, ചിന്മയ. നോ കാമ്പിയം അല്ലേ? കാമ്പിയം ഇല്ല എന്നാണ് അർത്ഥം. യെസ്, കാമ്പിയം ഇല്ല. ഓപ്പൺ എന്ന് പറയുമ്പോൾ കാമ്പിയം ഉണ്ട്, കാമ്പിയം പ്രസന്റ് ആണ്, സെക്കൻഡറി ഗ്രോത്തിന് അത് പോസിബിൾ ആണ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഇത് നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ. The following figures show two types of vascular bundle. Question. Identify the vascular bundle A and B. Briefly explain A and B in one or two sentences. Identify ചെയ്തേ നോക്കിയിട്ട്. ഇത് ഏതൊക്കെയാണ് വാസ്കുലാർ ബണ്ടിൽസ്? അറേഞ്ച്മെന്റ് നോക്കൂ, സൈലം ഫ്ലോയം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. യെസ്, എ ഏതാണ്? എ ഡയഗ്രാം. ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഡയഗ്രാം ആണ് കേട്ടോ, പുറത്തുനിന്നൊന്നും ഡയഗ്രാംസ് ചോദിക്കില്ല, ടെക്സ്റ്റ് ബുക്കിനുള്ളത് മാത്രമേ ചോദിക്കുള്ളൂ. യെസ് ആൽവിൻ, കറക്റ്റ് ആണ്. യെസ് വൈഗ, ഏതാണ്? വേം പറഞ്ഞ എളുപ്പല്ലേ? യെസ്, റേഡിയൽ ആണ്, റേഡിയൽ വാസ്കുലാർ ബണ്ടിൽ. അടുത്തത് നോക്കാം, ബി. ബി ഏതാ? ബി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കാരണം വേറെ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഫ്ലോയം, സൈലം, നടുവിൽ കാമ്പിയം, അത്രയേ ഉള്ളൂ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി, അല്ലാതെ എക്സാക്ട് നമ്മുടെ ബണ്ടിലൊന്നും അവിടെ കൊടുത്തിട്ടില്ല. എങ്ങനത്തെയാണ് അപ്പോ? യെസ്, കറക്റ്റ് ആണ് ആൽബിൻ, വൈഗ. ഇതെന്താണ്? ഇത് റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണ്. എങ്ങനെ മനസ്സിലായത് റേഡിയൽ വാസ്കുലാർ ബണ്ടിലാണെന്ന്? സൈലവും ഫ്ലോയവും ഓൾട്ടർനേറ്റ് ബണ്ടിൽസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു സെയിം റേഡിയസിൽ. അപ്പൊ നമുക്കത് മനസ്സിലായി. ഇനി ബി, ഇതെന്താണ്? കൺജോയിന്റ് ആണ്. കൺജോയിന്റ് ഓപ്പൺ ആണോ ക്ലോസ് ആണോ? ഓപ്പൺ ആണോ ക്ലോസ് ആണോ? ഓപ്പൺ. കാരണം എന്താ? കാമ്പിയം ഉണ്ട്, കാമ്പിയം ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആണ്. യെസ് അശ്വജിത്ത്, ആദിത്യ, കറക്റ്റ് ആണ്. ഇത് കൺജോയിന്റ് ഓപ്പൺ ആണ്. അപ്പൊ ഇത്ര എഴുതിയാൽ മതി, നിങ്ങൾക്ക് അവിടെ മാർക്ക് വീണു. ബ്രീഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. റേഡിയലിന്റെ പ്രത്യേകത സെയിം റേഡിയസ് ആണ്, ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് ആണ്. പിന്നെ ബിയുടെ പ്രത്യേകത കൺജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലം ഫ്ലോയും സെയിം ബണ്ടിലാണ് കാണുന്നത്, സെയിം റേഡിയസിലാണ് കാണുന്നത്, ഓപ്പൺ ആണ് കാരണം കാമ്പിയം പ്രസന്റ് ആണ്, സെക്കൻഡറി ഗ്രോത്ത് അവിടെ പോസിബിൾ ആണ്. ഓക്കെ, അത്രയും മതി കേട്ടോ. നമുക്ക് ഇന്നപ്പോ അത്രയും വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് എക്സാമിലേക്ക് പോയാലോ? അതിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇന്നെടുത്ത് ഏതെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ടോ ക്ലാരിറ്റി ഇല്ലാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഏതെങ്കിലും സ്ലൈഡുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും ചോദിച്ച് ക്ലിയർ ചെയ്യാം. കണ്ടോ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും സെപ്റ്റംബർ 2021 ചോദിച്ചത്. എനിക്ക് തോന്നുന്നു മോഡൽ ഓണം എക്സാം ആ ടൈം പീരീഡിലേക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈങ് ദ വാസ്കുലാർ ബണ്ടിൽ, എല്ലാം ഉണ്ട് ഇതിനകത്ത്. സൈലം ഫ്ലോയും ഉള്ളത്, കാമ്പിയം ഉള്ളതുണ്ട്, കാമ്പിയം ഇല്ലാത്തതുണ്ട്, റേഡിയൽ ഉണ്ട്. അപ്പൊ കൺജോയിന്റ് ഓപ്പണും കൺജോയിന്റ് ക്ലോസ്ഡും കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയണം. ഓക്കെ, യെസ്. അപ്പൊ ഇനി എക്സാം എഴുതിക്കോട്ടോ. എക്സാം എഴുതിയിട്ട് മാർക്ക് കമന്റ് ചെയ്യുക. എക്സാം എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറോട് പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെ എഴുതണ്ടേന്ന്. യെസ് ദേവപ്രിയ, എക്സാം കിട്ടിയോ? വന്നില്ലേ എക്സാം? ഇല്ലെങ്കിൽ പറയണം. എക്സാം എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യണം കേട്ടോ. ചിന്മയ്ക്ക് ഡൗട്ട് ഉണ്ട്. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നിങ്ങള് ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ഒരു പേജ് ഉണ്ടല്ലോ, സൂം പേജ്, അതൊന്ന് ബാക്കിലേക്ക് പോവാം. ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് നമ്മുടെ 90+ ഹോം പേജിലേക്കാവും. ഹോം പേജ്. എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അവിടെ എക്സാം എന്ന് പറഞ്ഞ് അലൗട്ട് ചെയ്തിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് 5 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാൻ മറക്കരുത് ലാസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് അവിടെ വരില്ല. കിട്ടിയോ ചിന്മയ ഈ പ്രൊസീജിയറിൽ കൂടെ പോയപ്പോ? എക്സാം വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നെറ്റ് സ്ലോ ആവുന്നതുകൊണ്ടാണ് വരാത്തത്. ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇനി വേറൊരു കാര്യം കൂടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ചാപ്റ്റർ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. മോർഫോളജി ചാപ്റ്റർ നമ്മൾ ചാപ്റ്റർ ടെസ്റ്റ് നടത്തിയിട്ടില്ലല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ 5
ചാപ്റ്റർ ടെസ്റ്റ് ആണ്, മറക്കണ്ട, പഠിച്ചിട്ട് വരിക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് വരിക. ക്യാപ്സ്യൂൾ കോർ ഇനിയും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യുക ഫ്രം യുവർ ക്ലാസ് ടീച്ചേഴ്സ്. നെക്സ്റ്റ് ക്ലാസ് ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ, ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇനി പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച ടീച്ചർ വരണ വരെ കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് ഒരു വോയിസ് നോട്ട് അയക്കുക, അല്ലെങ്കിൽ ഫോട്ടോ കൊടുത്ത് അയക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ക്ലിയർ ചെയ്ത് നമ്മൾ തിരിച്ചയക്കും. ഓക്കെ, എന്ത് പറ്റി ഷാഫിത്തെ? മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ളവര്, 1 മാർക്കോ 2 മാർക്കോ ഒക്കെ കുറഞ്ഞു പോയിട്ടുള്ളവർ എന്ത് ചെയ്യണം, ആൻസർ കീ ഷെയർ ചെയ്യുന്നുണ്ട്, അത് തുറന്ന് നോക്കണം കേട്ടോ. ഫുൾ മാർക്ക് കിട്ടിയവർ വേണ്ട, അതല്ല ഇപ്പൊ 8ഉം 6ഉം ഒക്കെ കിട്ടിയിട്ടില്ല, 6ഒന്നും ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ മാർക്ക് കുറയേണ്ട ആവശ്യമില്ല, കാരണം ഇന്ന് എടുത്തതിന്റെ ബേസിലല്ലേ നമ്മൾ എക്സാം നടത്തണേ. എന്നാലും പോട്ടെ, അങ്ങനെ ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആൻസർ കീ തുറന്ന് അത് തിരുത്തണം കേട്ടോ. ഏത് ക്വസ്റ്റൻ ആണോ നിങ്ങൾക്ക് തെറ്റി വന്നത് അത് കറക്റ്റ് ചെയ്യാം, ഇന്ന് തന്നെ കറക്റ്റ് ചെയ്യണം. യെസ് ആൽബിൻ, ഫുൾ മാർക്ക് കിട്ടിയവർക്കൊക്കെ കൺഗ്രാറ്റ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ ടെസ്റ്റ് ആണ്, അത് മറക്കണ്ട. അതിനുവേണ്ടി പഠിച്ച് പ്രിപ്പയർ ആയിട്ട് വരാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം. മെർലിൻ, ആ മാർക്ക് അവിടെ കണ്ടില്ലേ, അത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ചിന്മയി ഇതുവരെ അൺമ്യൂട്ട് ചെയ്തില്ലല്ലോ, ടീച്ചർ ഓപ്ഷൻ അയക്കുന്നുണ്ട്. സച്ചിൻ വെരി ഗുഡ്, മെർലിൻ വെരി ഗുഡ്. ചിന്മയ ചക്കായതാണോ? യെസ് അശുജിത്ത്. ഇനി ആർക്കെങ്കിലും എക്സാം കിട്ടാത്തവരുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ക്ലാസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും എക്സാം കിട്ടാത്തവരോ വരാത്തവരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ ഐശ്വര്യ. സോ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.